എല്ലാവർക്കും നമസ്കാരം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ചട്ടമ്പി സ്വാമികളുടെ പേരിലുള്ള പഠന സങ്കേതമായിട്ടുള്ള ചട്ടമ്പി സ്വാമി സെന്റർ ഫോർ യോഗ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന 5 ദിവസത്തെ പ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസത്തിലെ ഈ പ്രഭാഷണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിട്ടുള്ള കർത്തവ്യം. സ്വാഭാവികമായും ചട്ടമ്പി സ്വാമികളെ സംബന്ധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട പ്രഭാഷണ പരമ്പരയിൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച വാഗ്മികളും പ്രഭാഷകരും അല്ലെങ്കിൽ വിഷയ പണ്ഡിതരും വിഷയം അവതരിപ്പിക്കുന്നു എന്നത് ഈ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മളെല്ലാവരും കരുതുകയാണ്. ഈ ഒരു സെൻറ്ററിൻ്റെ അതിൻ്റെ ഒരു നേതൃത്വം തിരുവനന്തപുരം സെൻറ്ററിലേക്കും ബഹുമാനപ്പെട്ട നിഷാദ് സാറിൻ്റെ കൈകളിലേക്ക് എത്തുക എന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ വ്യാപകമായിട്ടുള്ളൊരു മാറ്റം ദർശിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ വിഷയങ്ങൾ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു അവസരത്തെ നമ്മളെവരും കണക്കാക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിനെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ പ്രഭാഷണത്തിലെ വിഷയമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളുടെ ഭാഷാ ദർശനം എന്ന വിഷയമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ജിജ്ഞാസ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ കൗതുകമുള്ള ഒരു വിഷയമായിട്ട് ചട്ടമ്പി സ്വാമികളുടെ ഭാഷാ ദർശനത്തെ നമ്മളെ ഒരു നോക്കിക്കാണുകയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഭാഷ ഒരു ദർശനം എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്വാമികൾ എപ്പോഴും ഒരു ഭാഷ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആയിട്ട് സ്വീകരിക്കപ്പെടാൻ പാടുള്ളതല്ല. മാത്രമല്ല സംസ്കൃതത്തിൽ ഊന്നിയ ഒരു സിദ്ധാന്ത ജ്ഞാന പരമ്പരയിൽ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അതെല്ലാവർക്കും ലഭ്യമായിട്ടുള്ള പ്രാദേശിക ഭാഷയിൽ കൂടി ജ്ഞാന വ്യവഹാരങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ കൂടുതൽ നമുക്ക് അറിവ് പകർന്നതിനായിട്ട് ഇന്ന് നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും പണ്ഡിതനായിട്ടുള്ള ഒരു അധ്യാപകനെ തന്നെയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. ഔപചാരികമായിട്ട് ഈ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിക്കുന്ന ആദ്യമായിട്ട് ഞാൻ ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ അധ്യക്ഷയായിട്ടുള്ള നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഫിലോസഫി വിഭാഗം സീനിയർ പ്രൊഫസർ ശ്രീകല എം നായർ മാമിനെ ഞാൻ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും ആദരവോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്ന ശ്രീനാഥ് സാറിനെയും അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാഥ് സാറ് ഭാഷാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികളും അധ്യാപകരുടെ ഇടയിൽ ഒരു മുഖവുരയുടെയോ ഒരു പരിചയപ്പെടുത്തലിൻ്റെയോ ആവശ്യമില്ലാത്ത ഒരു അധ്യാപകനാണ്. തിരൂരിലെ മലയാളം സർവകലാശാലയിലെ ഭാഷാശാസ്ത്ര പഠന വിഭാഗത്തിലെ അദ്ദേഹം അധ്യാപകനായിരുന്നു. മലയാള ഭാഷാ പഠനം, ദ്രാവിഡ ഭാഷാശാസ്ത്രം, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ നിരന്തരം ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആചാര്യസ്ഥാനം വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ നരവംശാസ്ത്രപരമായിട്ടുള്ള ഗവേഷണങ്ങൾ അത് ഒരുപാട് ഒരു വ്യത്യസ്ത മേഖലകളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. അതോടൊപ്പം തന്നെ മലയാള ഭാഷയും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP തുടങ്ങിയിരിക്കുന്ന പുതിയ സങ്കേതങ്ങളെയും കൂട്ടിച്ചേർത്തും അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധങ്ങൾ നമ്മൾ പല സമയത്തും നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ദേശീയവും അന്തർദേശീയമായിട്ടുള്ള വിവിധ സെമിനാറുകൾ, ശില്പശാലകൾ, അക്കാദമിക് മറ്റ് വ്യവഹാരങ്ങളിലെല്ലാം തന്നെ ഒരു നിരന്തര സാന്നിധ്യമായിട്ടുള്ള ശ്രീനാഥ് സാറ്, അത് എനിക്ക് ഏറ്റവും അത്ഭുതം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പരമ്പരകളെല്ലാം തന്നെ ഏറ്റവും പുതിയ ഒരു മലയാള ഭാഷയുടെ രൂപഘടനാപരമായ സങ്കീർണതയും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാനത്തിലുള്ള ഒരു ടാഗിങ് സംവിധാനത്തിലൊക്കെ അത് വികസിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഗവേഷണങ്ങൾ, അതോടൊപ്പം മലയാള ഭാഷാ സാങ്കേതിക വിദ്യയും അതിൻ്റെ ഭാഷയുടെ ഡിജിറ്റൽ പ്രയോഗങ്ങളും സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ, അതിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനകൾ വളരെ മികച്ചതാണ്. ഇന്ന് ഈ ഒരു പ്രഭാഷണത്തിൽ ചട്ടമ്പി സ്വാമികളുടെ ഭാഷാ ദർശനവും അതല്ലെങ്കിൽ ഭാഷയുടെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വലിയ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഇന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീനാഥ് സാറിനെയും ഞാൻ ഈ ഒരു പ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുക.
മറ്റൊരാൾ നമുക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യേണ്ടതില്ല എങ്കിൽ കൂടി ഈ ഒരു പരിപാടിയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീ നിഷാദ് സാർ ഒരു വിഷയം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രഭാഷണ പരമ്പരയ്ക്കായിട്ട് ഒരു വിഷയം സ്വീകരിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും മികച്ച വിഷയങ്ങൾ സ്വീകരിക്കുകയും അതോടൊപ്പം കിട്ടാവുന്ന ഏറ്റവും മികച്ച പ്രഭാഷകരെ തന്നെ നമുക്ക് ലഭ്യമാക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള നിഷാദ് സാറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ഒരു അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് ഞാൻ ഈ ഒരു പ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ തിരുവനന്തപുരം പ്രാദേശിക കേന്ദ്രത്തിലെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ ഷാജിൻ മുഹമ്മദാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റെല്ലാ ഈ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഈ ഒരു വിഷയം അതിന് ശ്രവിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട അധ്യാപകരെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം സ്വീകരിക്കുന്നതിനായിട്ട് ശ്രീകല ടീച്ചറെ ക്ഷണിക്കുകയും ചെയ്യും. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ചട്ടമ്പി സ്വാമി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിലെ 3-ാമത്തെ ദിവസം ചട്ടമ്പി സ്വാമികളുടെ ഭാഷാദർശനം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടക്കാൻ പോകുന്നത്. പ്രഭാഷകനെ പറ്റി വളരെ വിശദമായി തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ, എൻ്റെ കൊളീഗ് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും മറ്റ് നവോത്ഥാന നായകരെ പോലെ 2 യുദ്ധമുഖങ്ങളിൽ ആഞ്ഞടിച്ചവരായിട്ടാണ് ഞാൻ പലപ്പോഴും നോക്കിക്കണ്ടിട്ടുള്ളത്. ഒന്ന് ജീർണിച്ച ഹൈന്ദവ വ്യവസ്ഥിതിക്കെതിരെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ. മറ്റൊന്ന് പതിയെ ഭാരതത്തിൻ്റെ മണ്ണിൽ വേരുറപ്പിക്കാൻ നിന്ന അഥവാ വേരുറപ്പിച്ചു തുടങ്ങിയ യൂറോപ്യൻ ആധുനികതയ്ക്കെതിരെ. ഈ 2 യുദ്ധമുഖങ്ങളിലെയും പ്രവർത്തനം പ്രത്യേകിച്ച് ചട്ടമ്പി സ്വാമികളുടെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല അഥവാ വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്ന ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, പലപ്പോഴും ചില മുൻവിധികളോടുകൂടിയാണ് നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ വർക്കുകളെ, അദ്ദേഹത്തിൻ്റെ കൃതികളെ അഭിമുഖീകരിക്കുന്നത്. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ ഒരു സാമൂഹിക വ്യവസ്ഥതയിൽ നിന്ന് നോക്കിക്കാണാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരായിട്ടുണ്ട്. പല പഠനങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. വേദാന്തത്തിനെ നവീകരിക്കാൻ ആധുനികതയുടെ പല ഉപകരണങ്ങളും ചട്ടമ്പി സ്വാമികളും മറ്റു നവോത്ഥാന നായകരെ പോലെ ഉപയോഗിച്ചുവെങ്കിലും ആത്യന്തികമായി ആധുനികതയുടെ പല മൂല്യങ്ങളെയും തള്ളി പറഞ്ഞ ആളാണ് ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരുവിനെ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ആധുനികതയെ അപ്പാടെ അവർ സ്വീകരിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഉദാഹരണത്തിന് ആധുനികതയുടെ പല പ്രധാനപ്പെട്ട മുഖങ്ങൾ, critical scientific rationality, the sin of metropolitan life, a secularist lifestyle in the European model, കിൽ ബിൽഗ്രാമി പറയുന്നത് പോലെ, in replacing the heroic virtues with the nationalist virtues. ഇതൊക്കെ എഴുത്തിൻ്റെ വരികൾക്കിടയിലൂടെ നമ്മൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഇൻഫാക്ട് ദ ലിസ്റ്റ് ഇസ് വെരി ലോങ്. വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണമായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഈ ആധുനികതയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേദാന്തത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. പക്ഷെ അവിടെയൊക്കെയും സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിൽ തുടർച്ചയായി കാണപ്പെടുന്ന ഒരു ഇൻറ്റർപ്രിറ്റേറ്റീവ് സ്റ്റൈല് നോക്കിയാൽ വേദാന്തം മുഴുവൻ കാലഹരണപ്പെട്ടു പോയി എന്നും അത് അപ്പാടെ ഉടച്ചു വാർക്കപ്പെടേണ്ടതുണ്ട് എന്നുമൊക്കെ ഉള്ള ഒരു ധാരണ ഈ നവോത്ഥാന നായകന്മാർക്കുണ്ടായിരുന്നതായിട്ട് പലപ്പോഴും വിവക്ഷകൾ കണ്ടിട്ടുണ്ട്. അത് തികച്ചും തെറ്റാണ്. എന്തിനെയാണോ നവീകരിക്കാൻ അത് ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായും മൂല്യമുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായ കാര്യം. മറ്റൊന്ന്, അത് നവീകരിക്കുന്ന അഥവാ അപ്ഡേറ്റ് ചെയ്യുന്ന, റിജുവനേറ്റ് ചെയ്യുന്ന രീതിയാണ്.
ഇത് രണ്ടും വളരെ സൂക്ഷ്മമായി അവലോകനം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപക്ഷെ ചർച്ചയ്ക്ക് ഉപകരിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് വളരെ ടെക്നിക്കലായ ഒരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യാനുള്ളത്. ഭാഷാ ദർശനം, ചട്ടമ്പി സ്വാമികളുടെ ഭാഷാ ദർശനം. യഥാർത്ഥത്തിൽ ഭാഷയെ കൃത്യമായി സൂക്ഷ്മമായി അവലോകനം ചെയ്താൽ ഞാൻ ഈ പറഞ്ഞ ദർശനങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഇടയിൽ വെളിവാകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അധികമായി ദീർഘിപ്പിക്കുന്നില്ല. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഞാൻ പ്രൊഫസർ ശ്രീനാഥിനെ ഈ പ്രഭാഷണം ചെയ്യാൻ ക്ഷണിക്കും. ഓവർ ടു യു സർ. നന്ദി ടീച്ചർ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമ്മളുടെ ഒരു ആലോചന വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ എൻ്റെ ഒരു വായനാശീലത്തിൻ്റെയും ഗവേഷണ പരിചയത്തിൻ്റെയൊക്കെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും ധിഷണാശാലിയായിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ഇദ്ദേഹവുമായിട്ട് പരിചയമുണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചൊന്ന് 2 ലേഖനങ്ങൾ ചെയ്യണമെന്ന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തെ വായിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ രചനകൾ അങ്ങനെ ലഭ്യമായിരുന്നില്ല. ആ രീതിയിൽ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറയുന്ന ആത്മീയ ഭാഗത്തേക്കുള്ള ഒരു വായന പലപ്പോഴും നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ ഒത്തിരി കാലം ഞാൻ ഔട്ട് ഓഫ് കേരളയായിരുന്നു എന്നുള്ളതിൻ്റെ ചില റീസൺസും. പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ ധൈഷണിക ലോകത്തെ ഏറ്റവും വിപുലവും അതിലേറെ ബദലാധുനികതയുടെ വക്താവുമായി കാണാവുന്നത് ഇദ്ദേഹത്തെയാണ്, ശ്രീനാരായണ ഗുരുവിനെ അല്ല. അത് കാരണം അതിനെ രണ്ട് ഫ്രെയിമായിട്ടാണ് വരുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ 2 ആയിട്ട് തന്നെ അതിനെ കാണേണ്ടതുണ്ട്. പക്ഷേ ഈ ജ്ഞാനയോഗം ആണ് മോക്ഷമാർഗം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മനോഭാവവുമായിട്ട് ശ്രീനാരായണ ഗുരുവിന് പോലും പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ സാമൂഹ്യ സാഹചര്യങ്ങളിലുള്ള കൊളോണിയൽ ഇടപെടലുകളെ ഡോക്ടർ പൽപ്പുവിൻ്റെയും കുമാരനാശാന്റെയും സ്വാധീന ഫലമായിട്ട് ഇദ്ദേഹം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതായത് ഈ ബ്രിട്ടീഷുകാരുണ്ടായത് നമുക്ക് ചില പ്രയോജനങ്ങളുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഈ പബ്ലിക് കമൻറ്റുകളൊക്കെ വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ്. പക്ഷേ ഈ ചട്ടമ്പി സ്വാമികൾ അങ്ങനെയല്ല. കൊളോണിയൽ ആധുനികതയാണ് ഈ കേരളത്തിലെ നവോത്ഥാനം സൃഷ്ടിച്ചെന്നൊക്കെയുള്ള വിഡ്ഢിത്തങ്ങളെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു മനുഷ്യനാണ്. അതെന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം ഭാരതീയമായ ചിന്താ പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയത്തിൻ്റെ ദർശന സബരികളുടെ വെളിച്ചത്തിൽ തന്നെ ഈ പറയുന്ന അറിവധികാരത്തിൻ്റെ ഉടമകളെ ചോദ്യം ചെയ്യുക. ഇത് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അടുത്ത കാലത്ത് നടന്നൊരു ഡിസ്കഷനുണ്ട്. അതായത് ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് UGC വെക്കുന്ന നമ്മുടെ ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് പറയുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇതാണ്. ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം അവിടെയാണ് ചട്ടമ്പി സ്വാമികളുടെ വളരെ വലിയ സാധ്യത വരുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമി ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെ ഏറ്റെടുത്തത് അബ്രാഹ്മണീകരണമായിട്ടാണ്. അതായത് ബ്രാഹ്മണിക്കലായിട്ടുള്ള ഹെഗുമണിയെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ മാർജിനലൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുകയല്ല. വളരെ സൈദ്ധാന്തികമായിട്ട് താർക്കികമായിട്ട് ന്യായയുക്തികൾ നിരത്തി പൂർവപക്ഷത്തെ ഒന്നൊന്നായി യുക്തിപരതയിലൂടെ വെട്ടി നിരത്തി ബദൽ യുക്തി മുന്നോട്ട് വയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളുടെയും പ്രത്യേകത അതാണ്. ഇതൊന്നും തന്നെ അദ്ദേഹത്തിന് വിദേശത്തിൽ നിന്ന് കടം കൊണ്ടതല്ല. അദ്ദേഹം ഈ പറയുന്ന ഭാരതീയ ദർശന സമഗ്രതയിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള റാഷണലിസം, പാശ്ചാത്യർ പറയുന്ന റാഷണലിസത്തെയും ശാസ്ത്രീയതയ്ക്കും അപ്പുറമുള്ള റാഷണലിസവും ശാസ്ത്രീയതയും ഇന്ത്യയിൽ വികസിച്ചിട്ടുണ്ടെന്നും ആ വികസിച്ചിട്ടുള്ള ഈ യുക്തിപരതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യമായും നമുക്ക് ഈ പറയുന്ന
ബ്രാഹ്മണിക്കൽ ഹെഗ്മണി അല്ലെങ്കിൽ അവരുടെ ഒരു കസ്റ്റോഡിയൻഷിപ്പ്, നോളജിന്റെ, അറിവ് അധികാരത്തിന്റെ ആ ഉടമസ്ഥതയെ ചോദ്യം ചെയ്യാം എന്ന തീരുമാനം, അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷനിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ രചനകളുടെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് അദ്ദേഹം പുറത്തേക്ക് ഈ നമ്മളിവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന കൊളോണിയൽ ആധുനികത എന്ന് പറയുന്ന, കൊളോണിയൽ മോഡേണിറ്റി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ മിഷണറി മോഡേണിറ്റി എന്ന് പറയുന്ന ഈ സാധനത്തെ ഒന്നും അദ്ദേഹം ടച്ച് ചെയ്യുന്നേയില്ല. അദ്ദേഹം അതിൻ്റെ യാതൊരു പ്രയോജനവും ഏറ്റെടുക്കുന്നില്ല. പകരം ബ്രിട്ടീഷ് അല്ലെങ്കിൽ കൊളോണിയൽ യുക്തിബോധം, ശാസ്ത്രീയത എന്നൊക്കെ പറഞ്ഞ് അന്ന് അടിച്ചേൽപ്പിച്ച ഈ കൊളോണിയൽ ബോധത്തെ ഇല്ലാതാക്കുകയാണ് ഈ ബൈബിളിനെ തന്നെ. അത് ക്രിസ്തു മതഛേദനം, അതൊരു മതഛേദനമല്ല, പകരം അതൊരു സാഹിത്യ നിരൂപണമായിട്ടാണ് ഞാൻ അതിന് കാണുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട്, അതായത് യുക്തിഭദ്രമായിട്ട് വിശകലനം ചെയ്ത് ഭാരതീയമായിട്ടുള്ള ഈ ഭാഷാബോധത്തെ പുനർവിന്യസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വ്യാകരണ ബോധത്തെ പുനർവിന്യസിച്ചുകൊണ്ട്, യുക്തിപരതയെ വീണ്ടെടുത്തുകൊണ്ട്, നിങ്ങളുടെ യുക്തിബോധത്തെക്കാളും 10 മടങ്ങ് യുക്തിപരത ഇന്ത്യക്കാർക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. അത് വളരെ വളരെ വിപുലമായ ഒരു പദ്ധതിയായിട്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ജ്ഞാനാന്വേഷണങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഗവേഷണ മാതൃകകൾ ഒക്കെ പരിശോധിച്ചാൽ ഇന്ന് പോലും കേരളത്തിലെ ഏതൊരു വിഷയങ്ങളിൽ പോലും ഇത്രയും ശക്തമായിട്ടുള്ള ഗവേഷണ മാതൃകകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഭാഷാ ദർശനത്തിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു ഭാഷാ ശാസ്ത്രജ്ഞനായിട്ടോ ഒരു വൈയാകരണനായിട്ടോ കേരളം ഇന്നുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ദ്രാവിഡ ഭാഷാശാസ്ത്രത്തിന്റെ പരിധിയിലും ഇദ്ദേഹം വരുന്നില്ല. ഇന്ത്യൻ ഭാഷാ ദർശനത്തിന്റെ പരിധിയിലും ഇദ്ദേഹം വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ആബ്സെൻസ്, അല്ലെങ്കിൽ ഈ ഒരു ഒഴിവാക്കൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമ്മുടെ ആദ്യത്തെ മുന്നിലുള്ള ചോദ്യം. കാരണം ഇദ്ദേഹത്തിന്റെ പുസ്തകം 80 വർഷത്തോളം ഇദ്ദേഹം ആദ്യം ഈ പറയുന്ന ആദിഭാഷ എന്ന് പറയുന്ന പുസ്തകം തമിഴിലാണ് ആദ്യം എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരും കണ്ടിട്ടില്ല. 80 വർഷത്തിന് ശേഷം 2005 അതിൻ്റെ ഒരു ട്രാൻസ്ലേറ്റഡ് വേർഷനായിട്ട് ഇത് പുറത്തു വരുന്നത്. അപ്പോൾ മഹേശ്വരൻ നായർ അത് കണ്ടെത്തി അത് പ്രസിദ്ധീകരിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും ആ സമയങ്ങളിൽ നമുക്ക് ലഭ്യമായിരുന്നില്ല. അതിൻ്റെ കാരണമുണ്ട്, അതിനൊരു മിഷണറി ടച്ചും. കാരണം അന്നത്തെ ഒരു പ്രിന്റിങ്, ഇദ്ദേഹം ഈ എഴുതുന്ന കാലത്ത് നമ്മളൊരു പ്രിന്റിങ് ഇക്കോളജി നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിന്റിങ് ഇക്കോളജിയിൽ അന്നത്തെ ഈ ചർച്ച് കേന്ദ്രിതമായിട്ടുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന മിഷണറി അനുബന്ധ സ്ഥാപനങ്ങളൊക്കെയാണ് ഈ പ്രിന്റിങ് ഏറ്റെടുത്തിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇതിനൊരു സാധ്യതയില്ലാതെ പോയത്. രണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കാഡമിക് നൊമാഡിസം. കാരണം ഇതൊക്കെ പ്രസിദ്ധീകരിച്ചെടുക്കണം എന്നുള്ള താല്പര്യമില്ലായ്മയും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും എഴുതിയിട്ടേച്ച് പോയതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം അത് ബോധപൂർവം തന്നെ അദ്ദേഹം ഒഴിവാക്കി എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിനെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ കേസിൽ അങ്ങനെയല്ല. അപ്പൊ ഇതെല്ലാം, അതായത് പൂർണ്ണമായും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞ നമ്മൾ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നുകൊണ്ട് ഇന്റലക്ച്വൽ നൊമാഡായിട്ട് തന്നെ ജീവിക്കുക, ഒന്നും വ്യക്തിപരമാകരുത് എന്ന നിർബന്ധം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് നമ്മൾ പർവ്വതീകരിക്കുകയൊന്നുമല്ല. ഇതൊക്കെ ആ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രിന്റ് ക്യാപിറ്റൽ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു നോളജ് ക്യാപിറ്റല് തൻ്റേതാകുക, ഇങ്ങനെയുള്ള യാതൊരു ഉദ്ദേശവും അദ്ദേഹത്തിൽ കാണുന്നില്ല ഒരു സന്ദർഭത്തിൽ പോലും. ആകെ ഒരേ ഒരു സന്ദർഭത്തിൽ മാത്രമാണ്, പ്രാചീന മലയാളം എഴുതുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ ചില കത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഇങ്ങനെ ഒരു കൃതി എഴുതിയിട്ടുണ്ട്, അത് ഇന്ന ആളിന് വായിക്കാൻ കൊടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യക്തിപരമായ ഒരു താല്പര്യമില്ലായ്മ എന്ന് തുടങ്ങി ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തായാലും ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഈ പുസ്തകം ലഭ്യമാണ്. ആദിഭാഷ എന്താണ് ആദിഭാഷയുടെ പ്രസക്തി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അന്ന്, അതായത് ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പ്രിന്റിങ് ഇയർ ഒന്നും അറിയില്ല, ഇത് എഴുതിയ വർഷം അറിയില്ല, എന്തായാലും 1924 മുമ്പായിരിക്കും എന്ന് നമ്മൾ ഇത് ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ബാക്കി കൃതികൾ പിന്നെ മലയാളത്തിലും ഈ കൃതി മാത്രം തമിഴിലും എഴുതിയത്? അതിൻ്റെയും കാരണം അന്വേഷിക്കേണ്ടത്. ഒരു പക്ഷേ
പ്രാചീന മലയാളത്തിന് മുമ്പാണോ ഈ കൃതി എഴുതിയത് എന്നും നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് ആ നിലയ്ക്കുള്ള അന്വേഷണങ്ങൾ ഇതുവരെ നമുക്ക് സാധൂകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ കൃതിയിൽ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഈ ആശയലോകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ആശയലോകം എന്ന് പറയുന്നത്, ഇപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്കറിയാവുന്നത് സംസ്കൃത വ്യാകരണ പാരമ്പര്യം വളരെ ദൃഢമായ ഒരു പാരമ്പര്യം സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യൻ പാരമ്പര്യം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സംസ്കൃത അധിഷ്ഠിതമായിട്ടുള്ള വ്യാകരണ പാരമ്പര്യം, അത് പാണിനിയിലൂടെയും പതഞ്ജലിയിലൂടെയൊക്കെ വളർന്ന് വികസിച്ച ഒരു മേഖലയാണ്. എന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ നമ്മൾ ഭാഷാ പഠനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അതായത് വേദ പഠനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വികസിപ്പിച്ച ശിക്ഷ, അതുപോലെ തന്നെ ഈ നിരുക്ത പഠനം, അതുപോലെ വ്യാകരണം, ഇതൊക്കെ വേദ പഠനവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ശാസ്ത്രശാഖകളാണ്. ഈ ശാഖകൾ വളരെ കൃത്യമായിട്ടും വളരെ വികസിച്ച തരത്തിൽ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെ വികസിച്ചിരുന്നു. അത് പ്രാകൃതത്തിലുമായാലും പിന്നെ സംസ്കൃതത്തിലായാലും അതോടൊപ്പം തന്നെ തമിഴിലായാലും ഇങ്ങനെ ഒരു വ്യാകരണ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ഭാഷാ സമീപനം ഇന്ത്യയിൽ ഉടനീളം നമുക്ക് ഈ പ്രാദേശിക ഭാഷകളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിനകത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്ത പ്രാധാന്യം ഈ 3 ആശയ ലോകത്താണ്. ഒന്ന്, അതിൻ്റെ ഉച്ചാരണ സംബന്ധമായിട്ട്, കാരണം വേദം കൃത്യമായി ഉച്ചരിക്കേണ്ടുന്ന ആവശ്യമുണ്ട്, അത് വളരെ പ്രധാനമാണ് അക്കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ നിർബന്ധം വളരെ കൃത്യമായിട്ട് പാലിച്ചിരുന്നു. 2, അതുകൊണ്ടാണ് ഫൊണറ്റിക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സ്വനവിജ്ഞാനം ശിക്ഷ എന്ന പേരിൽ ഇന്ത്യയിൽ വളരെ വികസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇഷ്ടം പോലെ. 2, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും ഒക്കെയാണ് ഈ നിരുക്തം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ പോകും. പിന്നെ ഇതിൻ്റെ വാക്യഘടനയും, അതായത് പദവ്യാകരണവും അതുപോലെ വാക്യവ്യാകരണവും മനസ്സിലാക്കണം. കാരണം ഇങ്ങനെ കാലം കഴിയും തോറും ഇത് വേറെ വ്യാഖ്യാന രീതി പാടില്ലാത്തത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അതിൻ്റെ ഈ വാക്യ സമ്മേളനം എങ്ങനെയാണെന്നുള്ള ആ ഘടനാപരമായിട്ടുള്ള പഠനം, അതാണ് വ്യാകരണം. ഈ 3 ലോകവും വളരെ കൃത്യമായിട്ട് ദൈക്ഷണികമായിട്ട് ഇന്ത്യയിൽ വികസിച്ചിരുന്നു. ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാം. ഇത് വളരെ പണ്ടുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു പീരീഡിൽ നമ്മൾ 1900-ൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ 3 പാരമ്പര്യങ്ങളെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ ഈ 3 പാരമ്പര്യവും കടന്നു വരുന്നുണ്ട്. ഒന്ന്, പാണിനിയും പതഞ്ജലിയുടെയും വ്യാകരണ രചനകൾ വരുന്നു. അതുപോലെ തന്നെ പ്രാകൃത വ്യാകരണ രചനകൾ വരുന്നു. പിന്നെ തൊൽക്കാപ്പിയും നന്നൂലും ഈ പഠനത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ആ കാലത്ത് കേരള പാണിനീയത്തിൻ്റെ 1-ാം കേരള പാണിനീയം സൂത്രവൃത്തിയിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും കേരളത്തിൽ അതിഗംഭീരമായ വിമർശനവും നിരൂപണവും നടക്കുകയാണ് ആ കൃതിക്കെതിരായിട്ട്. അന്ന് ശേഷഗിരി പ്രഭു വരെയുള്ള ആൾക്കാർ വിദ്യാവിനോദയിലും മംഗളോദയത്തിലും ഒക്കെ വളരെ വിപുലമായ വിമർശനം എഴുതുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ, അതായത് യാതൊരു തരത്തിലുള്ള കേരളത്തിൽ നടന്ന മിഷണറി വ്യാകരണ പാരമ്പര്യത്തെയോ അതുപോലെ ARന്റെ പാരമ്പര്യത്തെയോ ഇദ്ദേഹം ഉൾക്കൊള്ളുന്നേയില്ല. ഇദ്ദേഹം ഒരു സ്ഥലത്ത് പോലും പരിഗണിച്ചിട്ടില്ല. ഇതിനെതിരായിട്ട് ഈ നടന്ന വിമർശനങ്ങളെല്ലാം വരുമ്പോൾ, ഈ വിമർശന കോലാഹലങ്ങൾ തന്നെ വരുമ്പോൾ, 1-ാം കേരള പാണിനീയത്തിനെതിരെ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ യാതൊരു പ്രതികരണവും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ആ സന്ദർഭം. അപ്പോൾ ഇദ്ദേഹം വളരെ വലിയ ഗ്രാൻഡ് നരേറ്റീവ്സ് എന്ന് നമ്മൾ പറയുന്ന വലിയ വിപുലമായിട്ടുള്ള വ്യാകരണ പാരമ്പര്യത്തെ മാത്രമേ ഇദ്ദേഹം ഉൾക്കൊള്ളുന്നുള്ളൂ എന്നതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ ഈ വ്യാകരണ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുമ്പോഴും ഒരു വലിയ ചോദ്യം വരികയാണ്. സാധാരണഗതിയിൽ AR ചെയ്തത് ഈ പറയുന്ന കേരള പാണിനീയം ചെയ്യുമ്പോഴിൻ്റെ 1-ാം ഘട്ടത്തിൽ ഈ പാണിനിയുടെ സൂത്രമുറ തന്നെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നുകൊണ്ടുള്ള ഒരു സൂത്രവൃത്തി വ്യാകരണം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്, ഒരു തരം അനുകരണ രീതിയിൽ. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഷയുടെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ വ്യാകരണം ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യമായി ഇവർ കണ്ടത്. എന്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ അങ്ങനെ ഒരു ലക്ഷ്യം നിറവേറ്റിയില്ല? ഇത് വളരെ പ്രധാനമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെ ഉദ്ദേശങ്ങൾ വേറെ പലതായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് വരുന്നത് 1786 അതാണ്. നമ്മൾ നേരത്തെ ഈ സംസ്കൃത പാരമ്പര്യത്തെ ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ കൊളോണിയൽ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ 1786
സർ വില്യം ജോൺസ്. സർ വില്യം ജോൺസ് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒരു ജഡ്ജിയായിരുന്നു, കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ട ആയിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം. അപ്പോൾ അവിടെ ജഡ്ജിയായിരുന്ന അദ്ദേഹം വന്നപ്പോൾ സംസ്കൃതം പഠിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തെ സംസ്കൃതം പഠിപ്പിക്കാനായിട്ട് ബ്രാഹ്മണരാരും തയ്യാറാവില്ല. ഒരു അബ്രാഹ്മണ പ്രതിനിധി തയ്യാറാകുന്നു. ഇദ്ദേഹം സംസ്കൃതം പഠിക്കുന്നു. സംസ്കൃതം പഠിച്ചു കഴിഞ്ഞ് ഇദ്ദേഹം ചില വിവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി രൂപീകരിച്ചിട്ട് ആ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലെ ഇദ്ദേഹം 11 പ്രഭാഷണങ്ങളാണ് അവിടെ ചെയ്തത്. അതിലെ 3-ാം പ്രഭാഷണത്തിൽ ഇദ്ദേഹം ഒരു പുതിയ കണ്ടെത്തൽ അവതരിപ്പിച്ചു. ഇത് ലോകത്തെമ്പാടും പിന്നെ നടന്ന ഭാഷാ പഠനത്തെ ഏതാണ്ട് 1 നൂറ്റാണ്ടോളം നിയന്ത്രിച്ച അതിൻ്റെ ബീജം വരുന്നത് ഇവിടെയാണ്, ഈ 3-ാം പ്രഭാഷണം. അത് ഇത്രയും പറഞ്ഞുള്ളൂ. സംസ്കൃതവും ലാറ്റിനും ഗ്രീക്കും, ഈ 3 ഭാഷകൾ ഒരേ കുടുംബത്തിൽപ്പെട്ടവയാണ്. അതിന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ താരതമ്യ രീതിയിൽ നിരത്തുകയാണ്. പിത എന്ന് നമ്മൾ പറയുന്ന സംസ്കൃത പദം പാറ്റർ എന്ന് ഗ്രീക്കിലും ഇതിൽ മാറുന്നു. പിന്നെ അത് ജർമാനിക്കിലേക്ക് വരുമ്പോൾ അത് ഫാദർ എന്നായി തീരുന്നു എന്നുള്ള ഒരു കണ്ടെത്തലാണ്. അതാണ് അദ്ദേഹം അന്ന് ഈ പറയുന്ന താരതമ്യ രീതിശാസ്ത്രം അത് യൂറോപ്പിൽ അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. പലരും അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഇന്ത്യയിൽ. എന്നിട്ട് അത് ഈ പറയുന്ന ഇവരുടെയൊക്കെ, അതായത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പരസ്പരം സംവദിക്കാൻ കഴിയാത്ത ഭാഷകൾക്കും അവർക്ക് പൂർവകാലത്ത് ബന്ധമുണ്ട്, ഒരു സഹോദര ബന്ധമുണ്ട് എന്നുള്ളതാണ് ആ കണ്ടെത്തൽ. അതാണ് പിന്നെ പൂർവ ഭാഷയെ കുറിച്ചുള്ള അന്വേഷണം. അന്ന് ഭാഷാശാസ്ത്രം എന്നല്ല നമ്മൾ പറയുന്ന ഫിലോളജി എന്നാണ്. ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു. ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബം ഫിൻലൻഡ് മുതൽ സൗത്ത് ഏഷ്യ വരെ വരുന്നു. ഏറ്റവും വലിയ ഭാഷാ കുടുംബത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പിന്നെ ഇന്ത്യയിൽ ഇതിൻ്റെ ഇമ്പാക്റ്റാണ് വളരെ പ്രധാനം. എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളും സംസ്കൃതജന്യമാണ് എന്നതായിരുന്നു ഇതിൻ്റെ എൻഡ് റിസൾട്ട്. സംസ്കൃതജന്യമാണ് എന്ന വാദം മിഷണറിമാരും അതുപോലെ കൊളോണിയൽ ഭരണാധികാരികളും അതിനോടൊപ്പം ബ്രാഹ്മണരും ഇത് വളരെ കൃത്യമായിട്ട് ഉറപ്പിക്കുക. ഈ വാദത്തിനെതിരായിട്ട് ആദ്യമായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നത്, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് കൽക്കട്ട കേന്ദ്രിതമായിട്ടുള്ള ഒരു ഓറിയന്റലിസ്റ്റ് സ്കൂളും പിൽക്കാലത്ത് മദ്രാസ്, അതായത് നമ്മൾ പറയുന്നത് ഇന്നത്തെ ചെന്നൈ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഓറിയന്റലിസ്റ്റ് സ്കൂളുമാണ്. ഇത് രണ്ടും രണ്ട് വിധത്തിൽ നമുക്ക് കാണാം. കൽക്കട്ടയിൽ കൂടുതലും ഈ പറയുന്ന ഇംഗ്ലണ്ട് കേന്ദ്രീകൃതമായിട്ടുള്ള അതിൻ്റെ സമീപ പ്രദേശത്തുള്ള സ്കോളേഴ്സ് ആയിരുന്നു കൂടുതൽ വന്നത്. പക്ഷെ പാർശ്വപ്രദേശങ്ങളിലുള്ള സ്കോളേഴ്സാണ് പ്രധാനമായിട്ടും പിന്നെ മദ്രാസിലെത്തുന്നത്. അതിൽ ഫ്രാൻസ് വൈറ്റ് എല്ലിസ് എന്ന് പറയുന്ന ഒരു വളരെ യങ്ങായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കോളറാണ്. അദ്ദേഹം ആണ് മലയാളത്തിന് വേണ്ടി ഒരു ഡിസർട്ടേഷനൊക്കെ തയ്യാറാക്കിയത്. അദ്ദേഹം 1816, അതായത് അന്ന് തെലുഗുവിന് വേണ്ടിയിട്ട് ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു മിഷണറി ഒരു പിന്നെ നിഘണ്ടു ഉണ്ടാക്കി. ആ നിഘണ്ടുവിൻ്റെ പ്രിഫൈസ് ഈ താരതമ്യ രീതിശാസ്ത്രം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അടുക്കി വെച്ചിട്ട് ആ വാക്കുകൾ, സംസ്കൃത വാക്കുകൾ എടുത്തിട്ട് അതിന് സമാനമായിട്ടുള്ള പദങ്ങൾ ദ്രാവിഡ ഭാഷയിൽ നിന്നും ശേഖരിച്ച് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഈ പദങ്ങൾ പരസ്പരം ബന്ധമുള്ളവയാണ്. അതുകൊണ്ട് അദ്ദേഹം അന്ന് പ്രപ്പോസ് ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിച്ച ഒരു ആശയം, ഇന്ത്യയിലെ ഭാഷകൾ എല്ലാം സംസ്കൃതജന്യമല്ല. സൗത്ത് ദ്രവീഡിയ, അതായത് തെക്ക് സദേൺ ലാംഗ്വേജ്, അദ്ദേഹം ലാംഗ്വേജ് എന്ന് പോലും വിളിച്ചില്ല, സദേൺ ഡയലക്ട്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സദേൺ ഡയലക്ട്സ് എന്ന് പറയുന്നത് സംസ്കൃതവുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല, സ്വതന്ത്രമായ വ്യക്തിത്വമുള്ളവയാണ്. എന്നാൽ അവ പരസ്പരം ബന്ധമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞു കഴിയുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ, എനിക്ക് തോന്നുന്നു 40 വയസ്സിന് മുമ്പ് തന്നെ അദ്ദേഹം പാമ്പുകടിയേറ്റ് മരിക്കുന്നു. പിന്നെ ഈ ഡെസർട്ടേഷൻ അങ്ങനെ കിടക്കുകയാണ്, ഈ പറഞ്ഞ ആശയവും. അതാണ് റോബർട്ട് കാർഡ്വെൽ വന്നിട്ട് 1856 താരതമ്യ പഠനം
പല ഭാഷകളെയും ചേർത്ത്, ദ്രാവിഡ ഭാഷകളെ ചേർത്ത് അവസാനം അതിനൊരു ദ്രവീഡിയൻ ഫാമിലി എന്നൊരു പേരും കൊടുത്ത് അത് അതിൻ്റെ ഒരു പൂർണ്ണമായ പിതൃത്വം ഇദ്ദേഹത്തിന് ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ അക്കാഡമിക ലോകം അദ്ദേഹത്തിന് കൂടുതലാണ്. സത്യത്തിൽ ഈ ആശയം വരുന്നത് ഫ്രാൻസ് വൈറ്റ് എല്ലിസിൽ. ഇതാണ് ചട്ടമ്പിസ്വാമികൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഈ ഭാഷാപരമായിട്ടുള്ള ചിന്തയിൽ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട 3 ഈവന്റുകൾ. ഒന്നാമത് വില്യം ജോൺസ് പറയുന്ന ആശയം, രണ്ടാമത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രാൻസ് വൈറ്റ് എല്ലിസ് വെക്കുന്ന നിർദ്ദേശം, ആ നിർദ്ദേശത്തെ വിപുലീകരിച്ചുകൊണ്ടുള്ള ഒരു താരതമ്യ വ്യാകരണം റോബർട്ട് കാർഡ്വെൽ ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ ചട്ടമ്പിസ്വാമിയാണ്, അതായത് ഈ 2 വിദേശ ഗവേഷകരെ കഴിഞ്ഞാൽ ചട്ടമ്പിസ്വാമിയാണ് ദ്രാവിഡ ഭാഷകളിൽ പ്രധാനപ്പെട്ട പഠനം നടത്തിയത്. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ആ പഠനം എന്തുകൊണ്ടോ ഇത് നമ്മുടെ ഭാഷാ പഠന ചരിത്രത്തിൻ്റെ ഭാഗമാകാതെ പോകും. അപ്പോൾ ഈ പഠനമാണ് ആദിഭാഷ എന്നുള്ള രീതിയിൽ. അപ്പോൾ അന്ന് ഭാഷകൾ തമ്മിലുള്ള ബന്ധം, കുടുംബ ബന്ധം, സഹോദര ബന്ധം ഒക്കെ സ്ഥാപിച്ചെടുക്കാനാണ് ഈ പറയുന്ന പാശ്ചാത്യ പണ്ഡിതന്മാരെല്ലാവരും ശ്രമിച്ചത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അന്ന് ഉണ്ടായ ഒരു വലിയ ആശയം എന്ന് പറയുന്നത്, ഇത് ഒരു കൊളോണിയൽ താല്പര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ആര്യദ്രാവിഡ സംഘർഷത്തിൻ്റെതായിട്ടുള്ള ഒരു ഭൂമിക ആ സമയത്തുണ്ട്. ഇവിടെ ചട്ടമ്പിസ്വാമി പൂർണ്ണമായും, അതായത് സംസ്കൃതത്തിൻ്റെ ആധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, പക്ഷെ സംസ്കൃതത്തിൻ്റെ ശാസ്ത്രീയതയെയും അതിൻ്റെ വൈജ്ഞാനികതയെയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് തമിഴകത്ത് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ദ്രാവിഡ ഭാഷ എന്ന് പറഞ്ഞാൽ തമിഴ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തമിഴല്ലേ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഒരു പൂർവ്വ ദ്രാവിഡ ഭാഷയുടെ സ്വഭാവത്തെയാണ്. അപ്പോൾ ആ തമിഴാണ് ആദിഭാഷ എന്ന് വരുത്തണം. എന്താണ് ആ വരുത്തേണ്ടത്? അതായത് ഇന്ത്യയിൽ പ്രമുഖമായിട്ട് അവകാശപ്പെടുന്നത് പോലെ സംസ്കൃത പാരമ്പര്യമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഹെഗമണി അല്ല, പകരം വ്യത്യസ്തമായിട്ടുള്ള ഒരു തമിഴ് പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ദ്രാവിഡ പാരമ്പര്യം. അപ്പോൾ അതിന് തന്നെ അദ്ദേഹം ഈ ദ്രാവിഡത്തെ തന്നെ നമ്മൾ പലപ്പോഴും പല രീതിയിലാണ് അതിൻ്റെ എറ്റിമോളജി ട്രേസ് ചെയ്യുന്നത്. പക്ഷെ ഇദ്ദേഹം തിരവിടം എന്നൊക്കെ രീതിയിൽ അത് ദ്രാവിഡമായി മാറുന്നു എന്നുള്ള ഒരു നിരുക്തിയും കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഉറപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ആശയം വരുമ്പോൾ ഇദ്ദേഹം ഉന്നയിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ്രാവിഡ ഭാഷയുടെ പ്രാമാണികതമല്ല, അതിൻ്റെ മഹത്വവും പഴമയും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ചട്ടമ്പിസ്വാമിയുടെ ഉദ്ദേശം. ബാക്കിയുള്ളവരൊക്കെ വ്യാകരണവും ഒക്കെ രചിക്കുക എന്നുള്ള പരിപാടികൾക്ക്, അല്ലെങ്കിൽ നിഘണ്ടു ഉണ്ടാക്കുക എന്നൊക്കെയുള്ള പരിപാടിക്ക് പോകുമ്പോൾ, അന്ന് സൗത്ത് ഏഷ്യയിൽ മറ്റാരും ചെയ്യാത്ത ഒരു വലിയ പ്രവർത്തനവുമായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വരുന്നത്. ഇദ്ദേഹത്തിന്റെ ചോദ്യം, ഇന്ത്യയിലെ പ്രമുഖ ഭാഷാ കുടുംബങ്ങളായ ഇങ്ങനെയുള്ള 2 കുടുംബങ്ങളിൽ ആരാണ് ആദ്യത്തേത്? പക്ഷെ ഈ ആദ്യത്തേതെന്നുള്ള ചോദ്യം ഇദ്ദേഹം ഈ ഭൗമാതിർത്തി വിടുകയാണ്. അവിടെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും ദ്രാവിഡമാണ് മനുഷ്യരുടെ ആദിമ ഭാഷ. അത് ഇന്ത്യയിലെ അല്ല, ഭൂലോകത്തുണ്ടായ മനുഷ്യരുടെ അല്ലെങ്കിൽ നരജീവികളുടെ പ്രഥമ ഭാഷ എന്ന് പറയുന്നത് ദ്രാവിഡ ഭാഷയാണ് എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തിസിസ്, പരികല്പനയായിട്ട് നമുക്ക് ആദ്യം കാണാവുന്നത്. ഈ പരികല്പനയെ ഇദ്ദേഹം തെളിയിച്ചെടുക്കുകയാണ് ആ കൃതിയിൽ മൊത്തമായി ചെയ്യുന്നത്. അതിന് ഇപ്പോൾ ഈ കൃതിയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പ്രാരംഭം, അക്ഷര നിരൂപണം, അതുപോലെ സന്ധി നിരൂപണം, പദവ്യവസ്ഥാ നിരൂപണം, വിഭക്തി നിരൂപണം, ലിംഗ നിരൂപണം, ധാതു നിരൂപണം എന്നിങ്ങനെയുള്ള അധ്യായങ്ങളിലൂടെയാണ് ഇദ്ദേഹം വികസിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പ്രധാനമായിട്ട് എടുക്കുന്നത് റോബർട്ട് കാർഡ്വെൽ സംസ്കൃതവുമായി ദ്രാവിഡ ഭാഷകളുടെ ഭിന്നതകളെ അല്ലെങ്കിൽ വ്യത്യാസങ്ങളെ ഒക്കെ താരതമ്യപ്പെടുത്തിയാണ് അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ ദ്രാവിഡ ഭാഷകൾ തമ്മിലുള്ള വ്യാകരണ ഐക്യത്തെയും അവരുടെ വ്യാകരണ ബന്ധത്തെയും അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
ചട്ടമ്പിസ്വാമി അതൊന്നുമല്ല നോക്കിയത്. അതായത് കാടുവൽ നടത്തിയ ദ്രാവിഡ സംസ്കൃത താരതമ്യത്തെക്കാൾ ആഴത്തിൽ അതിൻ്റെ ഓരോ ഘടകങ്ങളെയായിട്ട് അക്ഷരം മുതൽ വ്യാകരണ ദശ വരെയുള്ള കാര്യങ്ങളെ കൃത്യമായി വിചാരണ ചെയ്യുക. അതും യുക്തി വിചാരമാണ്, പ്രമാണ വിചാരണമാണ്, വെറുതെ എന്തെങ്കിലും പറഞ്ഞങ്ങ് പോവുകയല്ല. അപ്പോൾ അതിന് അദ്ദേഹം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കുക. അതാണ് ആ പ്രാരംഭത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഉയർത്തുന്നൊരു ചോദ്യം, നരകുലത്തിൻ്റെ പ്രഥമ ഭാഷ എന്താണ്, ആദി ഭാഷ ഏതാണ്? ഇതാണ് അദ്ദേഹത്തിന് അന്വേഷിച്ചറിയേണ്ടത്. ആദി ഭാഷയെക്കുറിച്ച് അദ്ദേഹം 2 ആശയങ്ങളാണ് വെക്കുന്നത്. ഈ ആശയം അന്നത്തെ ബയോളജിക്കൽ സയൻസിൽ, അതായത് ജീവശാസ്ത്ര ചർച്ചകളിൽ ഉണ്ടായതാണ്. അതായത് ഈ മനുഷ്യൻ പിറവിയെടുത്തത് ഏതെങ്കിലും ഒരു പ്രദേശത്താണോ, അതായത് ഏകദേശത്താണോ, അതോ ബഹുദേശങ്ങളിലാണോ? ഇത് അക്കാലത്ത് പ്രബലമായിരുന്ന ഒരു ചിന്തയാണ്. അതേ ചിന്ത ഇക്കാലത്തും പ്രബലമാണ്. ഇതിനെ നമ്മൾ ഒന്നിനെ മോണോജനസിസ് എന്നും മറ്റതിനെ പോളിജനസിസ് എന്നും ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പക്ഷേ എന്തായാലും ചട്ടമ്പിസ്വാമി ഈ പ്രശ്നത്തെ വളരെ വ്യാപകമായിട്ട് ഉയർത്തുകയാണ്. ഇതിന് അദ്ദേഹത്തിന് എത്രമാത്രം അന്ന് ഈ പറയുന്ന ബയോളജിക്കൽ ശാസ്ത്രബോധം ലഭിച്ചിരുന്നു എന്നുള്ളതല്ല. പക്ഷെ ഇദ്ദേഹം വളരെ വിപുലമായ 2 പദങ്ങളിലൂടെ 2 ന്യായം ആണ്. ഒന്ന് VG തരംഗ ന്യായം, മറ്റൊന്ന് കദംബ മുകുള ന്യായം. അപ്പൊ ഈ VG തരംഗ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വെള്ളത്തിൽ നമ്മളൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അത് തരംഗങ്ങളായിട്ട് ഇങ്ങനെ പോകും. ഇത് നമ്മുടെ ആധുനിക ഭാഷാശാസ്ത്രത്തിൽ വേവ് തിയറി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഏകദേശത്ത് മനുഷ്യനുണ്ടായിട്ട് അവരിങ്ങനെ വ്യാപിച്ചു പോകുന്നു എന്നുള്ളത് ഒരു വാദമാണ്. അത് ഭാഷയുടെ കാര്യത്തിലും സമാനമായിട്ടുള്ള വാദമാണ്. ഇത് ഏകദേശത്ത് ഉണ്ടായതാണോ, പിന്നെ വ്യാപിച്ചതാണോ മറ്റു പ്രദേശങ്ങളിലേക്ക്, അതോ ബഹുദേശങ്ങളിൽ ഭാഷ ഉണ്ടായത്? ഈ വാദം ഇപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇത് ഈ പറയുന്ന 1920കളിൽ ചട്ടമ്പിസ്വാമി വളരെ കൃത്യമായി ഈ വാദം ഉയർത്തുകയും ആ വാദത്തെ അദ്ദേഹം വളരെ കൃത്യമായിട്ടും ഏകദേശ വാദവുമായിട്ട് അദ്ദേഹം കൂടെ ഇണങ്ങുകയാണ്. കാരണം അതിന് കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ല എന്ന് വീണ്ടും നമ്മൾ മനസ്സിലാക്കണം. കാരണം ശാസ്ത്രീയ യുക്തി ഇതിനെല്ലാത്തിനും അദ്ദേഹം വെക്കുക. അപ്പൊ ഈ ചോദ്യം ഉന്നയിക്കുകയും ഇത് വളരെ കൃത്യമായിട്ട് VG തരംഗ ന്യായമനുസരിച്ച് ഏതെങ്കിലും ഒരു ദേശത്ത് മനുഷ്യരുണ്ടാവുകയും അപ്പൊ ഈ മനുഷ്യോൽപത്തിയെയും ഭാഷോൽപത്തിയെയും സമാനമായിട്ട് കാണുകയാണ്. എന്നിട്ട് അത് വിവിധ ദേശങ്ങളിലേക്ക് വ്യാപനം ചെയ്യുകയാണ്. മറ്റൊന്ന് കദംബ മുകുളം പോലെ അവിടെയായിട്ട് ഇങ്ങനെ പൊട്ടിമുളക്കുകയാണ് മനുഷ്യരും അതുപോലെ ഭാഷ. ഇതാണ് അടിസ്ഥാനപരമായി ഇദ്ദേഹം ഇതൊരു സിദ്ധാന്തവൽക്കരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൽ ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ പഠനമുറ ഫ്രെയിം ചെയ്യുക. ഈ 2 വാദത്തെ മുന്നോട്ട് വെച്ചിട്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ പക്ഷം ഈ ഏകദേശവാദമാണെന്ന് പറയുന്നു. അവിടെ നിന്നാണ് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ഇതിന് ഇദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ ഘട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ് എല്ലാ സമീപനങ്ങളും. പക്ഷേ അതിലേറെ തീക്ഷ്ണവും തീവ്രവുമാണ്, അതിലേറെ യുക്തിസഹമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷര നിരൂപണം. എന്താണ് ഈ അക്ഷര നിരൂപണം അദ്ദേഹം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സംസ്കൃതത്തിലെയും ദ്രാവിഡത്തിലെയും, അതായത് തമിഴിലെയും അക്ഷരങ്ങളെ എണ്ണി നിരൂപണം നടത്തുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കുറവ് അക്ഷരങ്ങളുള്ള ഭാഷയാണ് പ്രമുഖമായിട്ട് നമുക്ക് പ്രാഥമികമായി കാണുന്നത്. അതായത് ലളിത ഘടനയിൽ നിന്ന് സങ്കീർണ ഘടനയിലേക്ക് വരും. ഇവിടെ ഇതിനകത്തൊരു പരിണാമവാദമാണ്. അത് ഡാർവിൻ അതിന് മുമ്പ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പരിണാമവാദമാണ്. അതായത് ഏകകോശ ജീവികളിൽ നിന്ന് ബഹുകോശ ജീവികളിലേക്കും അവിടെ നിന്ന് ഈ തരുന്ന നരകുലത്തിലേക്കുള്ള ഒരു വളർച്ച.
അപ്പൊ ഈ വിപുലമായ സാങ്കേതികത, ഈ ഇവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തത്തെ ഇദ്ദേഹവും കൈത്താങ്ങുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഏതൊരു മനുഷ്യജീവിയും അതിന് ഇദ്ദേഹം എടുക്കുന്ന ഒരു അനാളജി അല്ലെങ്കിൽ ഒരു സദൃശ്യത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിശുവിനെയാണ്. നമ്മൾ ഇന്നത്തെ ശിശുഭാഷാ പഠനം എന്നൊക്കെ പറയുന്ന ഏരിയയാണ് ഇദ്ദേഹം ഇതിന്റെ കൂട്ടിക്കെട്ടുന്നത്. കാരണം ഇത് വളരെ കൃത്യമായിട്ടുള്ള അന്തർവൈജ്ഞാനിക പഠനമായിട്ടാണ് എല്ലാ പഠനങ്ങളും ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏക വൈജ്ഞാനിക പഠനമായിട്ടേ അല്ല. അപ്പൊ അതിനകത്ത് ഇദ്ദേഹം വെക്കുന്നത് ഈ പറയുന്ന ആശയം, ഇത് ഏകദേശത്താണോ ബഹുദേശത്താണോ എന്നുള്ളതിന് ഇദ്ദേഹത്തിന് ഇത് ഭാഷ ഒരു പരിണാമ വിധേയമാണ് എന്നതാണ് ഇദ്ദേഹം അടുത്ത് വെക്കുന്ന ഏറ്റവും. അന്ന് ഭാഷാ പരിണാമത്തെക്കുറിച്ച് ഉള്ള ചിന്തയല്ല. ശരിക്കും ഭാഷാ പരിണാമത്തെക്കുറിച്ചുള്ള ചിന്ത ഞാൻ നേരത്തെ പറഞ്ഞ ഫിലോളജി എന്ന് പറയുന്ന ഡിവിഷനിൽ തന്നെ ഭാഷകൾ പൂർവഭാഷയിൽ നിന്നും പിരിഞ്ഞു വന്നതാണ്. അതായത് ഡൈവേർജൻസ് ഫ്രം പ്രോട്ടോ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ സഹോദരി ഭാഷകൾ, പുത്രി ഭാഷകൾ എന്നൊക്കെയുള്ള ആശയങ്ങൾ നേരത്തെ തന്നെ ഫിലോളജിയുടെ ഭാഗമായിട്ട് സർ വില്യം ജോൺസിന്റെ കാലം മുതലേ തന്നെ അന്ന് രൂപപ്പെട്ടിരുന്ന ആശയമാണ്. പക്ഷെ ആ ആശയത്തെ ഇദ്ദേഹം സ്വീകരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഇതെല്ലാം സമാനമായി അനുകരിക്കുകയല്ല. ഈ ആശയത്തെ എങ്ങനെയാണ് ഇദ്ദേഹം ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ചോദിക്കുന്നത് ഓക്കെ സഹോദര ഭാഷയാകട്ടെ, പക്ഷെ സഹോദര ഭാഷയായാലും ഇതിൻ്റെ പൂർവഭാഷ ഏതാണ്? അതാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത്. അപ്പോൾ അന്ന് ആർക്കും തന്നെ ഈ ഹൈപ്പത്തറ്റിക്കൽ ആൻസെസ്റ്റർ എന്നാണ് ഈ പ്രോട്ടോ ലാംഗ്വേജ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഭാഷാ പഠനത്തിൽ ഹോംലാൻഡ് എന്ന് പറയുന്ന ആശയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭാഷയുടെ, ഇൻഡോ യൂറോപ്യൻ ഭാഷകളുടെ ഹോംലാൻഡ് ഏതാണ്, ദ്രാവിഡ ഭാഷകളുടെ ഹോംലാൻഡ് ഏതാണ്? ഇത് ചട്ടമ്പി സ്വാമി അന്ന് വെക്കുകയാണ് ഈ ആശയത്തെ. അപ്പോൾ ഇദ്ദേഹം വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിൻ്റെ ആലോചന പോകുന്നത്, നമ്മളിപ്പോൾ സംസ്കൃതത്തെയും തമിഴിനെയും താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൃത്യമായി ഇവയുടെ സമാനതകളെയും വൈജാത്യങ്ങളെയും വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ ആണ് ആദ്യം ഈ അക്ഷര പരിശോധന, അക്ഷര നിരൂപണം നടത്തുന്നത്. അക്ഷര നിരൂപണത്തിലുള്ള പ്രശ്നം വളരെ എണ്ണം കുറവാണ്. കാരണം സ്വരങ്ങളുടെ കാര്യത്തിലായാലും വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലായാലും തമിഴിൻ്റെ എണ്ണം വളരെ കുറവാണ്. 30ഓളമേ ഉള്ളൂ എല്ലാം കൂടെ. കായ കഴിഞ്ഞാൽ പിന്നെ ങ്ങായാണ്, പഞ്ചവർഗമില്ല. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ കച്ചടത്തപ്പ എന്നുള്ളതൊക്കെ ങ ഞ ണ ന എന്നൊക്കെ മാ എന്നിങ്ങനെയുള്ള, അതായത് അനുനാസികങ്ങളും ഈ പറയുന്ന ഇനിഷ്യലായിട്ടുള്ളതുമേ ഉള്ളൂ. അതിൻ്റെ ഇടയിലുള്ള അധികര മൃദു ഘോഷാദികൾ ദ്രാവിഡത്തിലില്ല. നമുക്ക് രാമചരിതം വരെയുള്ള നമ്മുടെ മലയാള ഭാഷയുടെ ഒരു ഇതിലും ഇതേ ഘടന തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അധികര മൃദുഘോഷാദികളില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദം ഇത്രയേ ഉള്ളൂ. അത് വളരെ ലോജിക്കലായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്, അല്ല വെറുതെ അങ്ങ് വെക്കുകയല്ല. അതായത് ഇദ്ദേഹം പറയുന്നത് അയത്ന ലളിതമായ, അതായത് പ്രയത്നം ഒട്ടും വേണ്ടാത്ത ശബ്ദങ്ങൾ മാത്രമേ ദ്രാവിഡത്തിലുള്ളൂ. അപ്പോൾ പ്രയത്നരഹിതമായിട്ടുള്ള എന്നാൽ കൂടുതൽ പ്രയത്നം ആവശ്യമുള്ള അധികര മൃദുഘോഷങ്ങൾ പിൽക്കാലത്ത് രൂപം കൊണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന വാദം. അപ്പോൾ ഏതൊരു ശിശു ഭാഷ ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ഇദ്ദേഹം അതിന് പറയുന്ന 2 വാദങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം മൊഴി എന്ന പദമാണ്. മൊഴി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചുണ്ടുകൾ ചേർത്ത് വെച്ച് മ എന്ന് പറയുന്നത് കൂട്ടി വെക്കുകയാണ്. അത് ഒഴിക്കുമ്പോൾ മൊഴിയാകുന്നു. അപ്പോൾ അത് ദ്രാവിഡ ഭാഷ അല്ലെങ്കിൽ ഈ തമിഴിന് നമ്മൾ മൊഴി എന്നും ചൊല്ലെന്നൊക്കെ പറയുന്ന പര്യായങ്ങളുള്ളപ്പോഴും മൊഴി എന്ന് പറയുന്ന ഈ സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഇത് ലോകത്ത് മറ്റൊരു ഭാഷയ്ക്കും ഇല്ല എന്നാണ് ഇദ്ദേഹം വാദം തുടങ്ങുന്നത്. എന്നിട്ട് ഓരോ കുട്ടികളും ആദ്യം വാവിട്ട് കരയുന്നത് ആ എന്നുള്ള ശബ്ദം അല്ലെങ്കിൽ ആ സ്വരം വരുന്ന തരത്തിലാണ്. 2 കുറച്ചുകൂടെ കഴിയുമ്പോൾ കുഞ്ഞ് മറ്റുള്ളവരെ തിരിച്ചറിയുമ്പോൾ കുഞ്ഞ് ചിരിച്ചു തുടങ്ങും. ആ സമയത്ത് കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഈ എന്ന് പറയുന്ന ശബ്ദമാണ് അല്ലെങ്കിൽ ആ പറയുന്ന സ്വരമാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയം വരും. അങ്ങനെ വരുമ്പോൾ ഉ എന്ന് വരും.
ഈ രീതിയിൽ ശിശുഭാഷാ വികാസവുമായി താരതമ്യപ്പെടുത്തി ദ്രാവിഡ ഭാഷകളുടെ അക്ഷരഗണത്തെ വളരെ കൃത്യമായി വിലയിരുത്തുകയാണ്. എന്നിട്ട് ഈ പറയുന്ന പ്രയത്നം എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഫോണറ്റിക്സിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പറയുന്നതാണ്, ഈ പ്രയത്നം എന്നുള്ളത്, അതായത് സങ്കീർണതയില്ലാത്ത ലളിതമായ ലഘുവായ ശബ്ദോൽപാദനത്തെ ഇദ്ദേഹം അടിസ്ഥാനമാക്കി. അന്നുവരെ ലോകത്ത് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. അതായത് പിൽക്കാലത്ത് ഇത്തരം ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഷയിൽ ഗോത്രഭാഷകൾ, ആ ഗോത്രഭാഷകളിൽ നിന്ന് വികസിച്ച് വന്നതായിരിക്കുമോ ഈ പറയുന്ന നമ്മളെ സമ്പന്നമായിട്ടുള്ള പിന്നെ വ്യാകരണ മികവുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന സാഹിത്യ സമ്പത്തുള്ള ഈ ഭാഷകളൊക്കെ വികസിത ഭാഷകളെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വികസിത ഭാഷകൾ എന്നൊക്കെയുള്ള ദ്വന്ദ്വത്തിലേക്ക് പിൽക്കാലത്ത് പലപ്പോഴും വരികയും നരവംശ ശാസ്ത്രജ്ഞർ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ആഴത്തിൽ നടത്തുകയും, എന്നാൽ ഈ ആഴത്തിൽ നടത്തിയ പഠനങ്ങളൊന്നും തന്നെ ഒരിക്കൽ പോലും അംഗീകരിക്കാത്തതുമായ ഒരു കാര്യമാണ്. അത് ഇപ്പോൾ ചട്ടമ്പിസ്വാമിയുടെ ഒരു വിമർശനമായിട്ടല്ല എടുക്കേണ്ടത്, ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടാണ്. അതായത് പിന്നെ വിഷയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പിൽക്കാലത്ത് ഉണ്ടാവുകയും ഇന്നും തീർപ്പ് കൽപ്പിക്കപ്പെടാതെ, അതായത് ലളിതമായ ഭാഷാഘടനയിൽ നിന്ന് സങ്കീർണമായ ഭാഷാഘടനയിലേക്കുള്ള പരിണാമമാണോ ഭാഷയിൽ സംഭവിക്കുന്നത്, അതല്ല ഗോത്രഭാഷകളിൽ തന്നെ ലളിത ഘടനകളും സങ്കീർണ ഘടനകളും നിലനിൽക്കുന്നുണ്ടോ, ഇതാണ് ചോദ്യം. പക്ഷേ ആധുനിക ഭാഷാശാസ്ത്രം പൂർണ്ണമായും പറയുന്നത് ഈ പറയുന്ന അക്ഷരസംഖ്യയുടെ അടിസ്ഥാനത്തിലോ ലളിതം എന്ന് പറയുന്ന വാക്കുപയോഗിച്ചുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം പല പ്രദേശങ്ങളിലും ഇവിടെ 30 ഫൊണീംസ് അല്ലെങ്കിൽ സ്വനിമങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തമിഴിൽ പറയുമ്പോൾ 11 ഉള്ളതും 10 ഉള്ളതും ഒക്കെ ഉണ്ട് വേറെ ലോകഭാഷകളിൽ പലതും. അതൊക്കെ ആണ് ആദിമ ഭാഷ എന്ന് നമുക്ക് പറയാനുള്ള ശാസ്ത്രീയമായ സംഭവമില്ല. പക്ഷേ ഈ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഇദ്ദേഹത്തിന്റെ നിഗമനങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത്തരമൊരു ആലോചന അദ്ദേഹത്തിൽ അന്ന് ഭാഷാ പഠനത്തിൻ്റെ അന്നത്തെ നിലനിന്നിരുന്ന ഭാഷാ പഠനത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വയ്ക്കാനും ആ ആലോചനയെ കൃത്യമായി ശാസ്ത്രീയമായി തെളിയിച്ചെടുക്കാനും ഉള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നതാണ് പ്രധാനം. അത് കഴിഞ്ഞ് ഇദ്ദേഹം അടുത്തു പോകുന്നത് ഈ നമ്മുടെ ദ്രാവിഡ ഭാഷകളിലെ ഈ അക്ഷരക്രമം എന്താണ്, സംസ്കൃത ഭാഷയിലെ അക്ഷരക്രമം എന്താണ്, സംസ്കൃതത്തിൽ ഇത്രമാത്രം സ്വരസഞ്ചയം കൂടാനുള്ള കാരണം എന്തുകൊണ്ട് സംസ്കൃതത്തിൽ ഈ പറയുന്ന അധികര മൃദുഘോഷയായ പഞ്ചവർഗങ്ങളിൽ ഇത്രമാത്രം ഇത് വരുന്നത്? ഇത് ഇദ്ദേഹം പറയുന്ന തെളിവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, വെറുതെ പറയുക. ഇതൊക്കെ കാലങ്ങളെടുത്ത്, അതായത് ഇവിടെ അടിസ്ഥാനപരമായ ഒരു വാദം കൂടെ മുന്നോട്ട് വയ്ക്കാം. ദ്രാവിഡത്തെ ഇദ്ദേഹം പൂർവഭാഷയായിട്ടും ആദിമ ഭാഷയായിട്ടും മനസ്സിൽ നേരത്തെ തീരുമാനിച്ചിട്ടാണ് ബാക്കിയെല്ലാം ഈ പഠനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പഠനത്തിൻ്റെ ശാസ്ത്രീയതയിൽ എല്ലായ്പ്പോഴും ഇത് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. ഓരോ സന്ദർഭത്തിലും ദ്രാവിഡമാണ് ആദിമ ഭാഷ എന്ന് നമുക്ക് തെളിയിച്ചു തരികയാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ രീതിശാസ്ത്ര മികവ്. അപ്പോൾ എടുത്തു വയ്ക്കിച്ചിട്ട് പറയുന്നു, ഇങ്ങനെയുള്ള സ്വരങ്ങളും ഇത്തരത്തിലുള്ള വ്യഞ്ജനങ്ങളും നമ്മൾ പറയുന്ന ഈ ഊഷ്മാദികളും അതുപോലെ ഘോഷിയും ഒക്കെ ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹം വെക്കുന്ന ഒരു വളരെ വിപുലമായ ഒരു ആശയമുണ്ട്. ആ ആശയത്തിനാണ് ഏറ്റവും വലിയ സമകാലിക പ്രസക്തി. ദ്രാവിഡ ഭാഷയിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് പ്രാകൃതവും സംസ്കൃതവും. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ദ്രാവിഡ ഭാഷകളിൽ ഉണ്ടായിരുന്ന അക്ഷരസംഖ്യ മാത്രമേ ഒരു കാലത്ത്, കാരണം ഇതെല്ലാം സമാനമായ ഒരേ ഭാഷാഘടനയിലുള്ള അല്ലെങ്കിൽ സഹവാസം ചെയ്തിരുന്ന ആൾക്കാരാണ്.
ആ ആൾക്കാർ പിൽക്കാലത്ത് പിരിഞ്ഞു പോവുകയും അവർ പല ഘട്ടങ്ങളിലായിട്ട് അവരുടെ സ്വനവ്യവസ്ഥയും അതുപോലെ പദവ്യവസ്ഥയും വ്യാകരണ വ്യവസ്ഥയും പരിഷ്കരിച്ച് അവർ സംസ്കൃതത്തിൽ എത്തിച്ചേരുകയുമാണ് എന്നതാണ് ആ വാദം. അപ്പൊ ഈ വാദം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴുള്ള ഒരു വലിയ പ്രധാന ഇതുണ്ട്. അതായത് നിലവിലുള്ള ഭാഷകൾ, ഇപ്പൊ ദ്രാവിഡ ഭാഷകളുടെ പൂർവിക ഭാഷ ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പൂർവ്വ ദ്രാവിഡം എന്നാ പറയും. ആ പൂർവ്വ ദ്രാവിഡം മൂന്നായിട്ട് പിരിയുകയും, അതായത് ഉത്തര ദ്രാവിഡം, ദക്ഷിണ ദ്രാവിഡം, അതുപോലെ മധ്യദ്രാവിഡം എന്ന് പിരിയുകയും, പിന്നീട് ഈ ദക്ഷിണ ദ്രാവിഡം SD1 SD2 എന്ന് പറഞ്ഞ് രണ്ടായിട്ട് പിരിയുകയും, തെലുഗു, ഗോണ്ടി തുടങ്ങിയ ഭാഷകളൊക്കെ ഈ ദക്ഷിണ ദ്രാവിഡം രണ്ടിലും, തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയുള്ള ഭാഷകൾ ദക്ഷിണ ദ്രാവിഡം ഒന്നിലുമൊക്കെ വരുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ ഈ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നമുക്കുള്ള ഒരറിവ്. പക്ഷെ ഇവിടെ ചട്ടമ്പിസ്വാമി പറയുന്നത് ഈ പൂർവ്വ ദ്രാവിഡത്തെ കുറിച്ചല്ല, പകരം സംസ്കൃതവും ഈ പറയുന്ന ദ്രാവിഡവും ഒരേ സന്ദർഭത്തിൽ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വരുന്ന വാദത്തെ ഇന്ന് ലോകം അറിയപ്പെടുന്നത് ഈ പൂർവ്വഭാഷയിലേക്കുള്ള ചില അന്വേഷണങ്ങളാണ്. അതായത് പൂർവ്വഭാഷകളെ പുനർനിർമ്മിക്കുക എന്ന പ്രവർത്തനമാണ്, റീകൺസ്ട്രക്ഷൻ ഓഫ് പ്രോട്ടോ ലാംഗ്വേജസ് എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നോസ്ട്രാറ്റിക് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. നോസ്ട്രാറ്റിക് എന്ന് പറയുന്ന ആശയം ഭാഷകളെ ഇതിനകം തന്നെ ഭാഷാ കുടുംബങ്ങളായിട്ട് പ്രഖ്യാപിച്ച, കണ്ടെത്തിയ, അവയെ പുനർനിർമ്മിച്ച പൂർവ്വഭാഷകളെ പരസ്പരം താരതമ്യപ്പെടുത്തി അത് കാലങ്ങളുടെ പിന്നിലേക്ക് പോവുകയാണ്. ആ പിന്നിലേക്ക് പോകുമ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ ഒരു നോഡായിട്ട് തന്നെ ഈ പറയുന്ന ഇൻഡോ ആര്യൻ അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യനും ദ്രാവിഡവും ഒരുമിച്ച് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഈ ഇപ്പോഴുള്ള ഒരു നോസ്ട്രാറ്റിക് സെൻസിൽ നമുക്കത് കാണാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ്രാവിഡ ഭാഷ ഇങ്ങനെ ഇവരുമായിട്ട് ബന്ധമില്ല ഇരുന്നു എന്ന് പറയാൻ പറ്റില്ല. ചട്ടമ്പിസ്വാമികൾ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്, ചട്ടമ്പിസ്വാമിയുടെ ആർഗ്യുമെന്റ് ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നിരാകരിക്കാം, പലതും വേണമെങ്കിൽ എതിർക്കാം, പക്ഷെ പൂർണ്ണമായിട്ട് എതിർക്കാനും പറ്റില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയാം. എന്താണ് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബം എന്ന ആശയം പോലും രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്നും ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഇന്ത്യക്കാരെ ഭരിക്കുന്നതിൽ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു പുരാവൃത്തമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു പക്ഷത്ത് നിന്നുള്ള വായന. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ജനിതക ചരിത്രം പരിശോധിക്കുമ്പോൾ ആഫ്രിക്കയിലാണ് ആധുനിക മനുഷ്യൻ, അതായത് ഹോമോസാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടായതെന്നും അവിടെ നിന്നും ആൾക്കാർ പലായനം ചെയ്ത് സൗത്ത് ഏഷ്യയിൽ വരികയും സൗത്ത് ഏഷ്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഏതാണ്ട് 60,000 മുതൽ 70,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദക്ഷിണേഷ്യയിൽ ജനവാസമുണ്ട്. അവരുടെ അവശിഷ്ടങ്ങളാണ് ആൻഡമാൻ ആദിവാസി വിഭാഗം. അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാണ് 20,000 വർഷം മാത്രം 40,000 വർഷം മാത്രം പഴക്കമുള്ള യൂറോപ്യൻ ജനജീവിതം അവർക്ക് ഉണ്ടാക്കിയ ഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷ ഇവിടെ യൂറോപ്യനിൽ നിന്ന് ഇൻഡിക് ഭാഷകൾ ഉണ്ടാകുന്നത് എന്നൊക്കെയുള്ള പുതിയ വാദങ്ങളും പുതിയ ഡിബേറ്റ് സംവാദങ്ങളും വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ BJP കേന്ദ്രിത ബുദ്ധിജീവികൾ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുമുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്നാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷയുടെ ജനനമെന്നും ആ ഇൻഡോ യൂറോപ്യൻ ഭാഷ സംസ്കൃതത്തിൽ നിന്ന് വേറിട്ട് പോയതാണ് എന്നൊക്കെയുള്ള പുതിയ വാദങ്ങൾ നിറയുണ്ട്. പക്ഷെ ആ വാദങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ കടക്കുന്നില്ല, കാരണം അതിന് ലിംഗ്വിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയത കുറവാണ്. എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നേരത്തെ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ദ്രാവിഡരും ആര്യന്മാരും എന്ന് പറയുന്ന സംഘർഷ അല്ലെങ്കിൽ വിഭജനത്തിൽ യുക്തിയില്ല. അത് ജനിതക പഠനം പൂർണ്ണമായും തീരുമാനിച്ചു. അങ്ങനെ ഒരു ആര്യ അധിനിവേശം ഇന്ത്യയിൽ ഉണ്ടായിട്ടേയില്ല. അതിന് ശാസ്ത്രീയമായ തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ ചട്ടമ്പിസ്വാമിയുടെ അഭിപ്രായം വളരെ പ്രസക്തവുമാവും ഈ സന്ദർഭത്തിൽ. അതായത്
ഇന്ത്യയിലുള്ള ഇത് ഇപ്പോൾ ഞാനൊരു പുസ്തകം കാണിക്കാം. ഇപ്പോഴുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഗവൺമെന്റ് പോളിസിയാണ്, അതായത് ഭാരതീയ ഭാഷാ പരിവാർ എന്നാണ് ഈ പുസ്തകം. അത് ഭാരതീയ ഭാഷാ സമിതി എന്ന് പറയുന്ന ഒരു പുതിയ ഏജൻസി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്നതും ചട്ടമ്പിസ്വാമി പറയുന്നതും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ കോൺട്രഡിക്ഷനും ചില സന്ദർഭങ്ങളിൽ അല്ലാതെ ചില ചേർച്ചയും കാണാൻ പറ്റും. ഭാരതീയ ഭാഷാ സമിതി പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വില്യം ജോൺസ് മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ റോബർട്ട് കാർഡ്വെലും ഗുണ്ടട്ടും വരെയുള്ള ആശാന്മാര് ഈ ഭാഷകളുടെ വിഭജനത്തിൽ ഊന്നുകയും ആ വിവേചന ബുദ്ധിയോടുകൂടി അവർ പെരുമാറുകയും അവർ ഭാഷാ കുടുംബങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് ഇന്ത്യയുടെ ഭാരതീയരെ വിഭിന്നരാക്കി മാറ്റി എന്നാണ്. അതല്ല വേണ്ടതെന്നും പകരം ഇതിന് വ്യത്യസ്തമായി ഇന്ത്യൻ ജനത, അത് ആര്യദ്രാവിഡ വ്യത്യാസമൊന്നുമില്ല, അതൊരു ഇന്ത്യൻ ഭാരതീയരാണ്. ആ ഭാരതീയ ജനത അവർ നൂറ്റാണ്ടുകളായി സഹവസിക്കുന്നുണ്ട്, ഈ മണ്ണിൽ സഹവസിക്കുന്നുണ്ടെന്നും അവരുടെ ഭാഷാംശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയും കയറ്റിറക്കങ്ങൾ നമുക്ക് കാണാമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഒറ്റ ഭാഷാ മേഖലയാണെന്നും ഇത് കൺവേർജൻസിന്റെ കാലമാണ്, ഡൈവേർജൻസ് അല്ല എന്നതുമാണ് ഈ ഫ്രെയിംവർക്ക് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ചട്ടമ്പിസ്വാമി പറയുന്നത് അടിസ്ഥാന ആശയം ഇവിടെ വരുന്നത് ദ്രാവിഡം എന്ന് പറയുന്ന ഈ തമിഴിൽ നിന്ന് ഉള്ള ഒരു ഫ്രാക്ഷൻ, ഒരു വിഭജനമാണ് സാൻസ്ക്രിറ്റായിട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം വിഭജനം. ആദ്യം പ്രാകൃതമാകുന്നു, പിന്നെ പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതം ഉണ്ടാകുന്നു. ഇത് അടുത്ത വാദത്തിന്റെ പ്രശ്നമാണ്. ആ കാലഘട്ടത്തിലോ ഇപ്പോഴോ പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതം ഉണ്ടായി എന്നൊരു വാദം ഒരു സാൻസ്ക്രിറ്റ് സ്കോളറും ഒരു ഇന്ത്യൻ ഓറിയന്റലിസ്റ്റുകളും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ചട്ടമ്പിസ്വാമി ഇത് 1920കളിൽ വെക്കുന്ന വാദം സംസ്കൃതത്തിൽ നിന്നല്ല പ്രാകൃതം ഉണ്ടായത്. അതിന് ചട്ടമ്പിസ്വാമി അതിനും ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ, അതായത് ല് റ് എന്ന് പറയുന്ന രണ്ട് സ്വരങ്ങൾ അത് ദ്രാവിഡത്തിലില്ല, അതുപോലെ പ്രാകൃതത്തിലുമില്ല. അങ്ങനെ അതുപോലെ തന്നെ ഊഷ്മാദികൾ, ഘോഷികൾ, ഇതൊന്നും പ്രാകൃതത്തിൽ ഇതുപോലെ കാണുന്നില്ല. അതുകൊണ്ട് ചട്ടമ്പിസ്വാമി പറയുന്നത് നമ്മൾ ആ രീതിയിലുള്ള അക്ഷരഘടന പരിശോധിച്ചാൽ പൂർവഭാഷ എന്ന് നമ്മൾ പറയുന്ന തമിഴിൻ്റെ സ്വഭാവത്തിൽ അനുബന്ധമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന പ്രാകൃതങ്ങളെല്ലാം. അത് ശൗരസേനയായാലും ഏത് തരത്തിൽ മഹാരാഷ്ട്രയായാലും ഏതായാലും ഈ തരത്തിലുള്ള ഒരു ബന്ധം ഇവർ തമ്മിലുണ്ട്. ഇവിടെ ആധുനിക കാലത്തും ഇതേ ഒബ്സർവേഷൻ വേറെ തരത്തിൽ വന്നിട്ടുണ്ട്. ഒരു പ്രൊഫസർ സിദ്ധാർത്ഥ് ഹാർട്ടി അദ്ദേഹം പറയുന്നത് ദ്രാവിഡം സദേൺ പ്രാകൃതം എന്നാണ്. അത് ഈ പഠനത്തിന്റെ ഇടയ്ക്ക് വരുന്നതാണ്. അപ്പൊ സദേൺ പ്രാകൃത് എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ തന്നെ അത് ഈ ചട്ടമ്പിസ്വാമികളുടെ, ചട്ടമ്പിസ്വാമിയൊന്നും അദ്ദേഹത്തിന് പരിചയമുള്ളതല്ല, പക്ഷെ ചട്ടമ്പിസ്വാമി വെക്കുന്ന അതേ വാദത്തിന്റെ മറ്റൊരു സൈഡ്. ചട്ടമ്പിസ്വാമി വെക്കുന്നത് പൂർവദ്രാവിഡത്തിൽ നിന്ന് പിരിഞ്ഞ ഭാഷകളാണ് ഇതൊക്കെ. പ്രാകൃതം ആദ്യം ഉണ്ടാകുന്നു, പ്രാകൃതം റീജിയണലായിട്ട് ഡയലക്റ്റുകളായി ഭാഷാഭേദങ്ങളായി നിലനിൽക്കുന്നു. ആ പ്രാകൃതത്തിൽ നിന്ന് വീണ്ടും വർണ്ണപരമായും വ്യാകരണപരമായും സംസ്കരിച്ച് പുതിയ വിജ്ഞാന ശാഖകൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി വിപുലീകരിച്ചെടുത്ത ഭാഷയാണ് സംസ്കൃതം. അത് സിവിലൈസ്ഡ് എന്നുള്ള രീതിയിൽ സംസ്കരിച്ചെടുത്തതാണ് എന്നാണ് ചട്ടമ്പിസ്വാമികളുടെ എൻറ്റിയർ ആർഗ്യുമെന്റ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴുള്ള ഭാഷാ സാഹിത്യം ഇത് ഒരിക്കലും ഈ വാദത്തോട് ചേരില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദ്രാവിഡത്തിന്റെ പഴക്കം, ഇനി ഈ പഴക്കത്തെ ഇന്നത്തെ ആധുനിക വിജ്ഞാന ശാഖയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ യോജിപ്പിക്കാൻ കഴിയുമോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ജനിതക പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജനിതക പഠനത്തിൻ്റെ ഒരു വെളിച്ചം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിലുള്ള നമ്മുടെ ലോകത്ത് ഇപ്പോഴുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ജനത അടിസ്ഥാനപരമായി രണ്ട് തരത്തിലുള്ള ആധാരഘടന ഉള്ളവരാണ്. ഒരു ആധാരഘടന എന്ന് പറയുന്നത് ഇതൊരു ഹൈപ്പോത്തറ്റിക്കലാണ്, ഒരിക്കലും ഇത് റീജിയനുമായിട്ടോ ലൊക്കേഷനുമായിട്ടോ ഇതിന് കണക്ടിവിറ്റി ഇല്ല. ഏൻഷ്യന്റ് സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ എന്നും മറ്റൊന്ന് ഏൻഷ്യന്റ് നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ എന്നുമാണ്.
പക്ഷേ ഇത് ഇന്ന് നമ്മൾ കാണുന്ന പ്രാദേശികതയുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ഈ സൗത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ ഈ ആൻഡമാൻ ഗ്രൂപ്പുകാരെ കാണുന്നത്. എന്നാൽ ഇവർ രണ്ടുപേരുടെയും അഡ്മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഈ ഒത്തുചേരലാണ് ഇന്ത്യൻ പോപ്പുലേഷൻ നിൽക്കുന്നതെന്നാണ് ഇന്നത്തെ ജനിതക പഠനം. അതിൽ ആര്യനെന്നോ ദ്രാവിഡനെന്നോ മുണ്ടയെന്നോ മറ്റുള്ള അങ്ങനത്തരത്തിലുള്ള വിഭജനമില്ല. പകരം ഇന്ത്യൻ മൊത്തം ജനതയെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ തായ് വഴി ചാർച്ചയുള്ളവരും എന്നാൽ പിതൃവഴി വ്യത്യസ്തരുമാണ് എന്നാണ് ഈ ജനിതക പഠനം മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ജനിതക പഠനത്തെ ഇവിടെ കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ, ചട്ടമ്പി സ്വാമികളുടെ അടുത്ത ആർഗ്യുമെന്റിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അത് വേണം. അതെന്താണ് ആ ആർഗ്യുമെന്റ് എന്ന് ചോദിച്ചാൽ, ചട്ടമ്പി സ്വാമി ഈ അക്ഷര നിരൂപണം മാത്രമല്ല നടത്തുന്നത്, ഭാഷയുടെ വിവിധ തലങ്ങൾ, അതായത് വ്യാകരണ സംവർഗങ്ങളായിട്ടുള്ള സന്ധിയെക്കുറിച്ചുള്ള ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ അത് ഉച്ചാരണ പ്രധാനമാണെന്നുള്ളതാണ്. അതായത് ഇത് ചേർന്ന് വരുന്നതിൻ്റെ ഒരു ഉച്ചാരണ പ്രശ്നമാണ് സന്ധി എന്നുള്ള രീതിയിൽ വളരെ നല്ലൊരു ഒബ്സർവേഷൻ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ അതായത് ദ്രാവിഡ ഭാഷാ സന്ധിയെക്കുറിച്ചും അത് വ്യഞ്ജനസന്ധിയും സ്വരസന്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ സംസ്കൃതത്തിലെ വ്യഞ്ജന സ്വരസന്ധികളെക്കുറിച്ചും അദ്ദേഹം പഠനം നടത്തും. എന്നിട്ട് അദ്ദേഹം ഇതിന് രണ്ടിനും സമാനതകളുമുണ്ട് എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഘടനയുമുണ്ട് എന്ന്. അപ്പോൾ ആ വ്യത്യാസത്തെ അദ്ദേഹം പറയുന്നത് അത് ഈ സങ്കീർണതയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. ആ സങ്കീർണത ഉണ്ടാകുന്നത് പിൽക്കാലത്താണ്, അത് കൂട്ടിച്ചേർക്കലുകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇനി ഇതേപോലെ തന്നെയാണ് അദ്ദേഹം അടുത്ത് പോകുന്ന പദവ്യവസ്ഥ. ഇത് ഏറ്റവും മോർഫോളജി എന്ന് നമ്മൾ പറയുന്ന പദവ്യവസ്ഥാ നിരൂപണമാണ്. ഈ പദവ്യവസ്ഥാ നിരൂപണത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫൈൻഡിങ് പാണിനീയം ഉൾപ്പെടെയുള്ള സംസ്കൃത വ്യാകരണ ഗ്രന്ഥത്തിൽ നാമപദങ്ങളെക്കുറിച്ച്, അവരുടെ ആ വ്യാകരണ സമ്പർക്കങ്ങളെക്കുറിച്ച്, 4 നിപാതം ഉൾപ്പെടെയുള്ള 4 സമ്പർക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എന്നാൽ പദവിഭജനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പദങ്ങളുടെ ആർത്ഥിക ഘടന മനസ്സിലാക്കിയതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ സൂക്ഷ്മമായ വ്യാകരണിക വിവേചനം മനസ്സിലാക്കുന്നതിൽ തമിഴ്, അതായത് തൊൽക്കാപ്പ്യത്തെയാണ് കൂടുതലും അദ്ദേഹം ഉന്നയിക്കുന്നത്. തൊൽക്കാപ്പ്യരാണ് കൂടുതൽ ശാസ്ത്രീയത പുലർത്തിയത് സംസ്കൃത വ്യാകരണത്തെക്കാൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട്. ഇത് തുടർന്ന് ആരും ഇത് പഠനം നടത്തിയിട്ടില്ല. കാടുവലും ഈ പഠനം ഈ രീതിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ ഓരോ സ്ഥലത്തും. ഇനി വചനത്തെക്കുറിച്ച് വരുമ്പോൾ ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ദ്രാവിഡ ഭാഷയിൽ ഏകവചനം ബഹുവചനം എന്നേ ഉള്ളൂ. ദ്രാവിഡ ഭാഷയിലും പ്രാകൃതത്തിലും ഏകവചനം ബഹുവചനം എന്നേ ഉള്ളൂ. എന്നാൽ സംസ്കൃതത്തിൽ ദ്വിവചനം എന്നത് അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ അങ്ങനെ ഓരോ ലിംഗത്തിൻ്റെ കാര്യത്തിലും ഇതേ അടിസ്ഥാനം തന്നെയാണ് ഇദ്ദേഹം എടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നായി പരിശോധിച്ച് താരതമ്യപ്പെടുത്തി അതിൽ ഉള്ള സമാനതകളെയും വൈജാത്യങ്ങളെയും വ്യക്തമായി വിവരിച്ച് ആണ് ഇദ്ദേഹം എത്തിച്ചേരുന്ന നിഗമനമാണ് ആദിഭാഷ എന്നത് സംസ്കൃതമല്ല, പകരം തമിഴാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. അതിനകത്ത് നമുക്ക് ഈ രീതിയിൽ അന്ന് ഇദ്ദേഹം പറയണമെങ്കിൽ ഇദ്ദേഹം ഒരു ദ്രാവിഡ പക്ഷവാദിയാണെന്നൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ, പക്ഷേ ഇദ്ദേഹം ഇന്ത്യയിലെ തന്നെ താർക്കിക യുക്തിയാണ് ഇദ്ദേഹം പലപ്പോഴും വെക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശിശു ഭാഷയുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണം അക്കാലത്ത് ആരും നടത്തിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ശാസ്ത്രീയത ഇന്ന് പൂർണ്ണമായും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഈ വർണ്ണങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള നിഗമനവും തെറ്റാണെന്ന് നമുക്ക് ഇന്നത്തെ രീതിയിൽ പറയാം. പക്ഷെ അന്ന് ഈ പറയുന്ന പഠനങ്ങളൊന്നും തന്നെ ആ നിലയ്ക്ക് ഈ പറയുന്ന ഭാഷാശാസ്ത്ര സന്ദർഭത്തിൽ ഉയർന്നിട്ടില്ല. ഇനി അടുത്ത് വരുന്ന വാദം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. ഇതും നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത, നമ്മൾ അങ്ങനെ നോക്കാതെ എന്താണ് ഇദ്ദേഹം പറയുന്ന വാദം എന്ന് ചോദിച്ചാൽ ഉൽപ്പത്തിയെക്കുറിച്ചാണ്. അതായത് മനുഷ്യർ എവിടെയാണ് ജനിച്ചത്. ഇത് അന്ന് ചില ബയോളജിക്കൽ ഡിസ്കഷൻസിലും
ചില ആന്ത്രപ്പോളജിക്കൽ ഡിസ്കഷൻസിലും അന്ന് ഉണ്ടായിരുന്ന ചില ഈ മദ്രാസ് പ്രസിഡൻസി റിപ്പോർട്ട്സിലൊക്കെ ഇങ്ങനെ ഒരു സംശയം പല സന്ദർഭത്തിൽ നിന്നുമുള്ള ജപ്പാനിലുള്ളവരും അല്ലാതെ ഇംഗ്ലണ്ടിലുള്ളവരും ആയിട്ടുള്ള ചില ശാസ്ത്രജ്ഞരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഏഷ്യയായിരിക്കും മനുഷ്യോൽപത്തിയിൽ പ്രധാനം. പ്രത്യേകിച്ചും ഈ പീക്കിംഗ് മാൻ, ചൈന മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫോസിൽ പഠനത്തിൻ്റെയൊക്കെ ബേസിസിലാണ്. എന്തായാലും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വേറൊരു ആശയം, ഇദ്ദേഹം പറയുന്നത് അതിന് ഇദ്ദേഹം എടുക്കുന്ന അന്ന് ഉണ്ടായിരുന്ന അഗസ്ത്യരുടെ ചില കാലാവസ്ഥാ ശാസ്ത്രത്തെക്കുറിച്ചും ടോപ്പോഗ്രഫിയെക്കുറിച്ചും, അതായത് ഭൂവിജ്ഞാനത്തെക്കുറിച്ചുമുള്ള ചില ഫൈൻഡിങ്സ് ആണ്. അഗസ്ത്യരുടെ വ്യാകരണം ഇദ്ദേഹം കണ്ടതായിട്ട് ഇതിനകത്ത് തെളിവില്ല. പക്ഷേ അഗസ്ത്യരുടെ ബാക്കിയുള്ള പല രചനകളും ഇദ്ദേഹം ഇതിനകത്ത് ഉപയോഗിക്കുന്നു. ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഉത്തര ദക്ഷിണ എല്ലാ ഭാഗവും പരിശോധിച്ച് കഴിയുമ്പോൾ അത് ഇന്ത്യയുടെ അല്ല, ലോകത്തിൻ്റെയാണ്. അതിൽ സമശീതോഷ്ണ മേഖല വരുന്നത് ഈ പ്രദേശത്താണ്, അതായത് ദക്ഷിണ ഏരിയയിലാണ്. അതിൽ തന്നെ സിംഹള ദ്വീപിനോട് അടുത്തുള്ള പ്രദേശമാണ് സമശീതോഷ്ണ മേഖലയായി അഗസ്ത്യർ പറയുന്നത്. അപ്പോ തണുപ്പ് കൂടുതലുള്ള സ്ഥലത്തോ ചൂട് കൂടുതലുള്ള സ്ഥലത്തോ ഒരു കാരണവശാലും ജീവിഗണങ്ങൾക്ക് ഒറിജിൻ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പത്തി ഉണ്ടാകില്ല. സമശീതോഷ്ണ മേഖലയിൽ മാത്രമേ ഇതുണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ അത് ഇദ്ദേഹം ലൊക്കേറ്റ് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടുള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോംലാൻഡ് കൺസെപ്റ്റ്. ഇന്ന് നമ്മൾ വളരെ വിപുലമായി ആർക്കിയോ ലിംഗ്വിസ്റ്റിക്സിനകത്തും ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സിനകത്തും എന്ന് തുടങ്ങി വലിയ രീതിയിലുള്ള ഡിസ്കഷനാണ് ഈ ഹോംലാൻഡിനെ കുറിച്ച്. പക്ഷേ ഇത് 1920കളിൽ ചട്ടമ്പിസ്വാമി മുന്നോട്ട് വെക്കുന്നത് ഹ്യൂമൻ ഒറിജിൻ എവിടെ നിന്നായിരിക്കുമെന്നാണ്. അതിന് അദ്ദേഹം കണ്ടെത്തുന്നത് ഹ്യൂമന് മാത്രമല്ല, എല്ലാ ജീവി ഗണങ്ങളുടെയും ഒറിജിൻ സംഭവിച്ചിരിക്കുന്നത് സിംഹള ദ്വീപിനോട് അടുത്ത പ്രദേശമായിട്ടാണ് ഇദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയത എന്ന് ആണ് നമ്മൾ ആലോചിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സിംഹള ദ്വീപും ഈ സൗത്ത് ഇന്ത്യയും ഒക്കെ ഒരു കാലത്ത് ഗോണ്ട്വാന എന്ന് പറയുന്ന ആഫ്രിക്കൻ പ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നുള്ളത് നമ്മളായിട്ട് തെളിയിക്കുന്നതല്ല, ജിയോളജിക്കാര് തെളിയിക്കുന്നതാണ്. അപ്പോൾ ജിയോളജിക്കാർ തെളിയിക്കുന്ന ഈ വാദം വളരെ കൃത്യമായിട്ടും തെളിയിക്കുന്ന ഈ വാദം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം അവര് തമിഴ്നാട്ടിൽ നിന്ന് പറയുന്നത് കുമരിക്കണ്ടം എന്ന് പറയുന്ന ഒരു പ്രദേശം, കുമരിക്കണ്ടം എന്നാണ് അതിന് പറയുന്നത്. സാധാരണ ലെമൂറിയ എന്നാണ്. സോറി, എൻ്റെ പവർ അതിനകത്ത് പോയത് കൊണ്ടാണ്. അപ്പോൾ ലെമൂറിയ എന്നാണ് അതിനെ ജിയോളജിക്കലായിട്ട് പറയുന്നത്. ആ ജിയോളജിക്കലായിട്ട് പറയുന്ന സ്ഥലത്തെ തമിഴര് കുമരിക്കണ്ടം എന്നാണ് വിളിക്കുക. കുമരിക്കണ്ടം എന്നത് ഇപ്പോഴും അതൊരു പുരാവൃത്തമല്ല. ജിയോളജിസ്റ്റുകൾ ഈ പറയുന്ന ജിയോളജിക്കൽ ഡ്രിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നും ഭൂഖണ്ഡങ്ങൾ വേർതിരിഞ്ഞതാണെന്നും ശാസ്ത്രീയമായി പറയുന്നുണ്ട്. ഇപ്പോഴും വലിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്തെയാണ് ചട്ടമ്പിസ്വാമി വർഷങ്ങൾക്ക് മുമ്പ് ഒറിജിൻ ആയിട്ട് പറയുന്നത്. ആഫ്രിക്കയിലാണ് മനുഷ്യനുണ്ടായത് എന്നത് ഇപ്പോൾ ശാസ്ത്രീയമായി ജനിതകമായി തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ചട്ടമ്പിസ്വാമികളുടെ നിഗമനം അല്ലെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഗമനം തെറ്റാണ് എന്ന് പൂർണ്ണമായി വിളിച്ചു പറയാൻ പറ്റില്ല. തമിഴരിൽ പലരും കുമരിക്കണ്ടത്ത്, കാരണം അത് കടലെടുത്തു കഴിഞ്ഞു, കടലിനടിയിലുള്ള പ്രദേശമാണ് ഇപ്പോൾ. പക്ഷേ ഈ തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും മനുഷ്യരുണ്ടായത് ഈ ഈ സിംഹള ദ്വീപിനടുത്താണെന്നും അവിടെ നിന്നാണ് ഈ മനുഷ്യർ ഓരോ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നൊക്കെ ഉള്ളൊരു വാദത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ മോണോജനസിസ് എന്ന് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഈ VG തരംഗ ന്യായം അദ്ദേഹം പറയുമ്പോൾ ആ VG തരംഗ ന്യായമാണ് വളരെ പ്രധാനമായി നമ്മൾ കാണുന്ന ഇവിടെ പിന്നെ ആഫ്രിക്കയിൽ ഇന്ന് കണ്ടെത്തിയിരിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ
ചട്ടമ്പി സ്വാമികളുടെ ഭാഷാ ദർശനത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ആശയങ്ങൾ പലതും അന്ന് നിലവിലുണ്ടായിരുന്ന ഭാഷാ പഠന മാതൃകകളല്ല. ഒന്ന്. രണ്ട്, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം അന്തർവൈജ്ഞാനിക ആശയങ്ങളാണ്. മൂന്ന്, അദ്ദേഹം അതിന് തെളിയിക്കാനായി താർക്കിക യുക്തിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാവനാ പ്രപഞ്ചമല്ല, ഓരോന്നിനും വളരെ കൃത്യമായി ഉദാഹരണ സഹിതം അദ്ദേഹം ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇവ തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും ഇത് പറയുന്നത് ഏതാണ്ട് 1 നൂറ്റാണ്ടിന് ശേഷമാണ് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലെമൂറിയയുടെ അഥവാ കുമരിഖണ്ഡത്തിൻ്റെ ഗവേഷണങ്ങൾ പുരോഗമിക്കുകയും മനുഷ്യൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ ജീവിഗണങ്ങളുടെ ഒറിജിൻ ആ പ്രദേശമാണെന്ന് വന്നു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെ വാദത്തിൻ്റെ അന്തർദേശീയതയെക്കുറിച്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലവൻസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ അന്ന് സംശയത്തിലിരുന്ന ഒരു കാര്യത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരു നൂറ്റാണ്ടിന് മുമ്പ് ചട്ടമ്പി സ്വാമി വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം പറയുന്നു മനുഷ്യൻ ഏകദേശ ഉൽപ്പത്തി ഉള്ളവരാണെന്നും അവിടെ നിന്നുള്ള പലായനമാണ് മനുഷ്യൻ. അപ്പോൾ ഈ പലായനത്തെക്കുറിച്ച്, അതായത് ഇന്ന് ജനിതക പഠനങ്ങളുടെയും ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള പഠനങ്ങളുടെയും വെളിച്ചത്തിൽ ഇന്ന് പൂർണ്ണമായി അന്വേഷിക്കുന്ന ഈ മേഖലകൾ വർഷങ്ങൾക്ക് മുമ്പ് ചട്ടമ്പി സ്വാമി അന്തർവൈജ്ഞാനികമായി ഉൾക്കൊണ്ടിരുന്നുവെന്നും ആ അന്തർവൈജ്ഞാനികതയുടെ അടിസ്ഥാനത്തിൽ ഭാഷയുടെ പഠനം വ്യാകരണ പഠനം മാത്രമല്ലെന്നും ബാഹ്യമായിട്ടുള്ള ഒരുപാട് മേഖലകളെ കൂടെ കൂട്ടിയിണക്കണമെന്നും അതിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഗമനം, ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്കുള്ള ആൾക്കാരുടെ മൂവ്മെൻറ്റിനെ കുറിച്ച്, ചലനത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നും ഒക്കെയുള്ള അടിസ്ഥാന ആശയങ്ങൾ. അതുപോലെ ഒരു ഭാഷയ്ക്ക് അല്ലെങ്കിൽ ഹോംലാൻഡ് ഉണ്ട് എന്ന് പറയുന്ന ആശയം എന്ന് തുടങ്ങിയാൽ എണ്ണമറ്റ ഇന്ന് ആധുനിക ഭാഷാശാസ്ത്രം വിവിധ വൈജ്ഞാനിക, അന്തർവൈജ്ഞാനിക, ബഹുവൈജ്ഞാനിക മേഖലകളുടെ ഭാഗമായി നടത്തുന്ന പഠനങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ ആദ്യ ഭാഷ ഇതിനകത്ത് അവയുടെ എല്ലാം അടിസ്ഥാന ആശയങ്ങൾ ഉണ്ട് എന്നതാണ് വളരെ പ്രധാനം. അങ്ങനെ വന്നാൽ ചട്ടമ്പി സ്വാമികളെ നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് ഭാഷാശാസ്ത്രത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇവിടെ പാശ്ചാത്യ ഭാഷാശാസ്ത്രത്തിൻ്റെ ഭാഗമല്ല ചട്ടമ്പി സ്വാമികൾ. എന്നാൽ താരതമ്യ സമീപനം, അന്ന് ലോകത്തെമ്പാടും വികസിച്ചിരുന്ന താരതമ്യ സമീപനം അല്ലെങ്കിൽ തുലനാത്മക കമ്പാരിറ്റീവ് എന്ന് പറയുന്ന സമീപനത്തെ അദ്ദേഹം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. രണ്ട്, അദ്ദേഹം കാടുവലിനെ അദ്ദേഹം വായിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന് വ്യക്തമായ തെളിവില്ല. ആകെയുള്ള ഒരേ ഒരു തെളിവ് കീഴ്മേൽ എന്ന് പറയുന്ന, കിഴക്ക് മേക്ക് എന്ന് പറയുന്ന 2 വാക്കുകളാണ്. അപ്പോൾ അതിനകത്ത് ഈ കാടുവൽ ഉപയോഗിക്കുന്ന കീഴ് എന്ന് പറയുന്ന, അപ്പോൾ കീഴിൽ നിന്നാണ് കിഴക്കുണ്ടായതെന്നും മേൽ എന്നുള്ളതിൽ നിന്നാണ് മേക്കുണ്ടായതെന്നും വെയ്പ്പ്. അതിൽ കീഴെന്ന് പറയുന്നത് നമ്മുടെ വിന്ധ്യൻ്റെ അപ്പുറമുള്ളത്, അത് താഴോട്ടുള്ള പ്രദേശമാണ്, അതായത് കടൽ വരുന്ന സ്ഥലം. അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ വിന്ധ്യൻ വരുന്ന പർവ്വതം വരുന്ന സ്ഥലത്ത് അത് മേക്ക് എന്നാണ്, അത് മേൽ എന്നുള്ള അർത്ഥത്തിലാണ് കാടുവൽ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചട്ടമ്പി സ്വാമി ഒരു ഒബ്ജക്ഷൻ വയ്ക്കുന്നുണ്ട്. അത് കാടുവൽ പറഞ്ഞു എന്നുള്ളതല്ല, അങ്ങനെയുള്ള ഒരു ആശയം ചട്ടമ്പി സ്വാമി എടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേരളത്തെ, അതായത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കിഴക്ക് എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നത് മേക്കിനെയാണ്. മേക്കിനെ നമ്മൾ കിഴക്കെന്ന് ഉള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി വിളിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന മേക്ക് നമുക്ക് കിഴക്കാണ്, അത് ചരിഞ്ഞു കിടക്കുന്ന സമുദ്രഭാഗമാണ്. അപ്പോൾ നമ്മൾ അതിനെയാണ് ശരിക്കും കിഴക്ക് എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലുള്ള ചില സൂക്ഷ്മ ദർശനങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കാടുവലിൻ്റെ ചില ചിന്തയ്ക്കകത്ത് വരുന്നെങ്കിലും കാടുവലിൻ്റെ വ്യാകരണ രീതിയല്ല ചട്ടമ്പി സ്വാമി വീണ്ടും വീണ്ടും അനുവർത്തിച്ചത്. അദ്ദേഹം എപ്പോൾ പറയുമ്പോഴും സംസ്കൃതത്തിൽ നിന്ന്, കാടുവൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സംസ്കൃത, തമിഴ് വ്യാകരണാദികളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശകലനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ചട്ടമ്പി സ്വാമി മൂന്നാമത്, അതായത് വൈറ്റ് എല്ലിസിനും ഫ്രാൻസ് വൈറ്റ് എല്ലിസിനും കാടുവലിനും ശേഷമാണ് ചട്ടമ്പി സ്വാമി ദ്രാവിഡ ഭാഷാ പഠനത്തിൽ വരുന്നതെങ്കിലും ദ്രാവിഡ ഭാഷാ പഠനത്തിൽ ചട്ടമ്പി സ്വാമി എടുക്കുന്നത് സ്വതന്ത്രമായ നിലപാടാണെന്ന്,
ആ സ്വതന്ത്രമായ നിലപാട് അന്ന് നിലനിന്നിരുന്ന ഭാഷാ പഠന സംസ്കാരത്തിൽ നിന്നും വിഭിന്നമായിരുന്നുവെന്നും അത് പുത്തൻ ആശയങ്ങളുടെ ഒരു വലിയ സഞ്ചയമാണെന്നും ആ സഞ്ചയത്തിൽ അദ്ദേഹത്തിന് നിഗമനങ്ങളെ സാധൂകരിക്കാനായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള പ്രതലം കണ്ടെത്തിയിരുന്നു എന്നുമാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി ഇവിടെ മലയാളത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇപ്പോൾ ആദിഭാഷയെ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നു. ആദിഭാഷ എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഒരു ആദിഭാഷയോ ദ്രാവിഡരുടെ ആദിഭാഷയോ അല്ല, ലോകത്തെമ്പാടുള്ള മനുഷ്യകുലത്തിൻ്റെ ആദിഭാഷയായിട്ട് ദ്രാവിഡത്തെ പ്ലേസ് ചെയ്യുന്നു. ഇതിൻ്റെ ശാസ്ത്രീയത ഇന്ന് നമുക്ക് വേണമെങ്കിൽ പല തരത്തിൽ പല വൈജ്ഞാനികമായിട്ടുള്ള നിഗമനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും സാധൂകരിക്കുകയും നമുക്ക് വിമർശിക്കേണ്ടത് വിമർശിക്കുകയും തള്ളിക്കളയേണ്ടതൊക്കെ അതൊക്കെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ ഇത് 100 നൂറ്റാണ്ട് മുമ്പ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഇത് ഭാവനയല്ലാതെ തന്നെ വളരെ കൃത്യമായും യുക്തിസഹമായും ബഹുവൈജ്ഞാനിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ചെയ്തിരുന്നതാണ്. ഇനി മലയാള സന്ദർഭത്തിൽ ഇദ്ദേഹം മലയാള വ്യാകരണം എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മലയാള വ്യാകരണ ചരിത്രത്തിലോ മലയാള ഭാഷാ പഠന ചരിത്രത്തിലോ ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും നമുക്ക് കാണാൻ പറ്റില്ല. ഇദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, മിഷണറിമാരുടെ വ്യാകരണ പാരമ്പര്യത്തെയോ അത് അന്ന് ഈ കേരളവാണി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വ്യാകരണ പഠനങ്ങളെയോ ഒന്നും തന്നെ ഇദ്ദേഹം ഉൾക്കൊള്ളുന്നേയില്ല. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഭാഷാ പഠനം നടക്കുന്നു എന്ന് പോലും ഉള്ള ഒരു തരത്തിലുള്ള നിഗമനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നില്ല. പകരം അദ്ദേഹം ഈ രണ്ട് ഗ്രാൻഡ് നരേറ്റീവ്സ് തമ്മിൽ, അതായത് സംസ്കൃതം ഉൾക്കൊള്ളുന്ന വലിയ ഒരു വൈജ്ഞാനിക മേഖലയെയും അതേപോലെ തന്നെ ധൈഷണികമായിട്ടുള്ള തമിഴിൻ്റെ സാന്നിധ്യത്തെയും ഉൾക്കൊള്ളുകയും അതിനിടയിലായിട്ട് പ്രാകൃതത്തെ കാണുകയും എന്നിട്ട് ഇവയെ തമ്മിൽ കോറിലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുത്തി അവയുടെ പരിണാമങ്ങൾ അവയുടെ പൂർവികത ഇതൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാലും 1913 ഇറക്കുന്ന പ്രാചീന മലയാളം തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ഇദ്ദേഹം എടുക്കുന്ന ഒരു ഈ ഭാഷാശാസ്ത്ര അഭിരുചിയോടുള്ള അല്ലെങ്കിൽ ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളുണ്ട്. ആ സമീപനം ഈ പദോൽപത്തിയെയും പദാർത്ഥത്തെയും കൃത്യമായി വിലയിരുത്തി ആ പദാർത്ഥത്തിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് അദ്ദേഹം. ഇത് തലനാമ പഠനം, ദേശനാമ പഠനം എന്ന് നമ്മൾ പറയുന്നത്, അതുപോലെ സ്ഥാന പഠനം, നാമപഠനങ്ങൾ, ഈ ഓരോ പൊസിഷൻസ്, പ്രത്യേകിച്ചും പ്രാചീന മലയാളത്തിൻ്റെ അതുപോലെ ജാതിപ്പേരുകൾ, ഇതിലൊക്കെ ഇദ്ദേഹം അപ്ലൈ ചെയ്തു. കൂടാതെ ചരിത്രത്തിനകത്ത്, അതായത് ചരിത്രം എന്ന് പറയുന്ന വൈജ്ഞാനിക ശാഖയിൽ ഭാഷയുടെ നിരുക്തിയെക്കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്നൊരു വലിയ ചിന്തയും ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. പ്രാചീന മലയാളത്തിൽ ഇതിൻ്റെ 2ാം ഭാഗത്തിൽ അത് ഈ പല അമ്പലവാസി വിഭാഗങ്ങളുടെയും അവാന്തര വിഭാഗങ്ങളുടെയും അവരുടെ ഈ സമുദായ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനപ്പേരുകളും സമുദായ നാമങ്ങളിലും എങ്ങനെ രൂപീകൃതമായി എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണമാണ്. ഗുണ്ടത്ത് സ്ഥലനാമങ്ങളെക്കുറിച്ചുള്ള ചില ആലോചനകൾ നമ്മുടെ നിഘണ്ടുവിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടത്ത് ആ നിലയ്ക്ക് വലിയ അന്വേഷണം നടത്തുന്നില്ല. എന്നാൽ ചട്ടമ്പിസ്വാമികൾ ഇന്ന് നമ്മൾ സാമൂഹ്യ ഭാഷാശാസ്ത്രം എന്ന് വിളിക്കുന്ന ആ വൈജ്ഞാനിക മേഖലയിലെ തുടക്കക്കാരനാണ്. എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും ഭാഷാ പഠനത്തെ ബഹുവൈജ്ഞാനിക മേഖലയായി കാണുക, ആ ബഹുവൈജ്ഞാനിക മേഖലയായി കാണുമ്പോൾ തന്നെ വ്യാകരണത്തിന് പൂർണ്ണമായി ഊന്നൽ നൽകുക, ആ വ്യാകരണ ബോധം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബഹുവൈജ്ഞാനിക തെളിവുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭാഷയുടെ പരിണാമം വ്യക്തമാക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ പദ്ധതികൾ ഇദ്ദേഹം ഘട്ടം ഘട്ടമായിട്ട് ഇദ്ദേഹം അവതരിപ്പിക്കുക. അതിലേറ്റവും പ്രധാനം ഇദ്ദേഹത്തിൻ്റെത് 1920 ഈ ആശയം വരുന്നത്, ഈ ചിന്ത വരുന്നത്. അതിൽ ഏറ്റവും വലിയൊരു സെൻറ്റൻസ് ഈ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിദത്തമല്ല എന്നാണ്. അത് നമ്മൾ ഈ അരിസ്റ്റോട്ടിലിയൻ അവരുടെയൊക്കെ ഡിസ്കഷനുമായിട്ട് കൊണ്ടുപോയാൽ അത് ഒരുപാട് അങ്ങ് പോകും. പക്ഷേ ഇദ്ദേഹം കൃത്യമായി ഇതൊരു മനുഷ്യ നിർമ്മിതിയാണ് എന്ന് തെളിയിക്കുകയാണ്. അവിടെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധുനിക ഭാഷാശാസ്ത്രത്തിനകത്ത് ഘടനാവാദവുമായി ബന്ധപ്പെട്ട സസൂറിൻ്റെ അഭിപ്രായമാണ്.
കാരണം ഈ 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന എല്ലാത്തരം താരതമ്യ പഠനങ്ങളും ലിപിനിഷ്ഠമായ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ലിപി കേന്ദ്രിതമായ ഭാഷകളിൽ മാത്രം നടത്തിയ പഠനങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭാഷണമാണ് പ്രാഥമികം എന്ന് പറയുന്നത് സസൂറാണ്. സസൂറിൻ്റെ പുസ്തകം പുറത്തു വരുന്നത് 1916-ലാണ്. അപ്പോൾ സസൂറിനെ വായിച്ചിട്ടാണ് ഈ അഭിപ്രായം ഇദ്ദേഹം മുന്നോട്ട് വെച്ചതാണെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇത് വാചികമാണ് എന്ന് മാത്രമല്ല, ജനങ്ങളാണ് ഭാഷയുടെ അധികാരികൾ, ജനങ്ങൾ സംസാരിക്കുന്നതാണ് ഭാഷ, ആ ഭാഷയാണ് എഴുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വൈയാകരണനല്ല ഭാഷയുടെ നിയമം നിശ്ചയിക്കുന്നത്, ജനങ്ങളാണ്. ഒരു ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഭാഷയെ നോക്കിക്കാണുക. സാമൂഹ്യ ഭാഷാശാസ്ത്രം വികസിക്കുന്നത് 1960-കളിലാണ്. എന്നാൽ സ്വാമികൾ ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് 1920-കളിലാണ്. അതാണ് പറഞ്ഞ ആധുനിക ഭാഷാശാസ്ത്രത്തിനകത്തുള്ള മികച്ച പല ഇന്നത്തെ അന്വേഷണ മേഖലകളുടെയും വളരെ തെളിഞ്ഞ ആശയബീജം നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടെയായി കാണാൻ കഴിയും. ഈ രീതിയിൽ നമ്മൾ വിപുലമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൻ്റെ ഒരു സാമൂഹ്യ ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അത് ആദ്യ ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയിലാണ്. അതുപോലെ ഇപ്പുറത്ത് നമ്മൾ നോക്കിയാൽ പ്രബലമാനായ ഒരു ദ്രാവിഡ ഭാഷാശാസ്ത്രജ്ഞൻ എന്ന നിലയിലും അതിലുപരി ഭാഷാ സൈദ്ധാന്തികൻ എന്ന നിലയിലും ഉള്ള വിവിധ സ്ഥാനങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ കണ്ടെത്താം. ടീച്ചറ് പിന്നെ വന്നതോടുകൂടി എനിക്ക് കാര്യം മനസ്സിലായി, സമയമാകുന്നുണ്ട്, ഞാൻ ഉടൻ തന്നെ നിർത്തുകയാണ്. അപ്പോൾ ഈ രീതിയിൽ ഭാഷാശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ചട്ടമ്പി സ്വാമികളുടെ സംഭാവനകൾ വിപുലമാണ്. ആ ധൈഷണിക സംഭാവനകൾക്ക് പകരം വയ്ക്കാനായിട്ട് മലയാളത്തിൽ നിന്നുകൊണ്ട് മറ്റ് ഭാഷാശാസ്ത്ര പ്രതിഭകളൊന്നും ഉണ്ടായിട്ടില്ല. അതിലുപരിയായിട്ട് ഇന്ന് ലോകത്ത് ഏറ്റവും നടക്കുന്ന വൈജ്ഞാനിക മേഖലകളിൽ നടക്കുന്ന പല വിഷയങ്ങളുമായും ഇദ്ദേഹത്തിൻ്റെ ഈ ചിന്ത ഉടക്കിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ ഇപ്പോഴും ചില സന്ദർഭങ്ങളിലും റിലവൻ്റ് ആണെന്ന് മാത്രമല്ല, പൂർണ്ണമായി ഇദ്ദേഹത്തെ നിരാകരിക്കാനും മാത്രമുള്ള തെളിവുകൾ മറ്റ് ആധുനിക വൈജ്ഞാനിക മേഖലകൾ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. ആ നിലയ്ക്ക് വളരെ ശക്തനായ, നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയ എന്നാൽ പ്രബലനായ ഒരു ഭാഷാ സൈദ്ധാന്തികനും ഒരു ഭാഷാശാസ്ത്രജ്ഞനുമാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു വെരി മച്ച് പ്രൊഫസർ ശ്രീനാഥൻ. വളരെ മനോഹരമായിരുന്നു. ഐ thoroughly enjoyed. മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ ആവുമെന്ന് വിശ്വസിക്കുന്നു. കേരള പാണിനീയത്തിൻ്റെ പരിസരങ്ങളെ തീരെ നിരാകരിച്ചുകൊണ്ട് ഗ്രാൻഡ് നറേറ്റീവ്സിനെ ഫോളോ ചെയ്തിട്ടില്ല ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ഭാഷാശാസ്ത്രത്തിനോടുള്ള ഭാഷാശാസ്ത്രത്തിനുള്ള കോൺട്രിബ്യൂഷൻസ് അതായിരുന്നു വിഷയം. സംസ്കൃത തമിഴ് വ്യാകരണ പാരമ്പര്യങ്ങളുടെ ഒരു സമ്മേളനം. വളരെ വിപുലമായിട്ട് അദ്ദേഹം സംസാരിച്ചു. സംസ്കൃതജന്യമാണ് എല്ലാ ഭാഷകളിൽ നിന്നുള്ള സർ വില്യം ജോൺസിൻ്റെ തിയറിയിൽ നിന്നും അതിൻ്റെ ഒരു കൗണ്ടർ തീസിസ് എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും ചട്ടമ്പി സ്വാമികളുടെ ഒരു ഒറിജിനൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയാവുന്ന ദ്രാവിഡം ആദ്യ ഭാഷ എന്ന തിയറിക്ക് അതിന് 2 ആശയങ്ങൾ, 2 തീസിസ്, VG തരംഗ ന്യായവും കദംബ മുകുള ന്യായവും. ആ മെത്തഡോളജിയൊക്കെ നോക്കൂ. ഈ ന്യായമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതൊക്കെ ഒരു സംസ്കൃത ശാസ്ത്രീയ രീതിയാണത്. അത് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളുടെ ചിന്താപദ്ധതിയെ പൂർണ്ണമായി അവലംബിച്ചുകൊണ്ട് ആണ് ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ എഴുത്തൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അക്ഷര നിരൂപണം അദ്ദേഹം പറഞ്ഞു, കുറഞ്ഞ അക്ഷരങ്ങൾ ഉള്ള ഭാഷയായിരിക്കണം ആദ്യ ഭാഷ. അതുഘോഷാദികളില്ലാത്ത സങ്കീർണതകളില്ലാത്ത ഭാഷയാവണം ആദ്യ ഭാഷ. ശിശുഭാഷയുടെ രീതികളെ അവലംബിച്ചുകൊണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കുറച്ച് ഫൊനീംസ് ഉള്ള ഭാഷ എന്നാൽ ആദ്യ ഭാഷ ആവണമെന്നില്ല എന്ന ഒരു കൗണ്ടർ തീസിസ്. പിന്നെ പ്രാകൃതം
സംസ്കൃതത്തിൽ നിന്നാണ് പ്രാകൃതം ഉണ്ടായത് എന്ന നമ്മൾ സംസ്കൃത നാടകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, കുട്ടികളൊക്കെ പ്രാകൃതം പറയും. അപ്പോൾ സംസ്കൃതം പറയാൻ അധികാരമില്ലാത്തവരുടെ ഭാഷ പ്രാകൃതം എന്നുള്ളതിനെ ദ്രാവിഡം, പ്രാകൃതം, സംസ്കൃതം എന്നുള്ള ഒരു പ്രോഗ്രസീവ് ഡെവലപ്മെന്റ് ഓഫ് ദ ലാംഗ്വേജ് തീസിസ് ഇൻ തൊൽക്കാപ്പ്യം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തമിഴ്നാട്ടിലെ പല സുഹൃത്തുക്കളുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു തീസിസ് ആണ് ചട്ടമ്പി സ്വാമികൾ മുന്നോട്ട് വെക്കുന്നത്. അതായത് പാണിനീയ ട്രഡീഷനേക്കാളും ശാസ്ത്രീയമാണ് തൊൽക്കാപ്പ്യത്തിന്റെ ഭാഷ രീതി എന്ന തിയറി ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. അത് തമിഴ്നാട്ടിൽ വളരെ വ്യാപകമാണ്. സമശീതോഷ്ണ മേഖലയായിരിക്കണം ആദ്യ മനുഷ്യരുടെ സ്ഥാനം, ഉറവിടം. അവിടെ നിന്നും ചിതറിയ മനുഷ്യർ, അവരുടെ ഭാഷാരീതികൾ. ചുരുക്കത്തില് ചട്ടമ്പി സ്വാമികളിൽ we seem to see a forerunner of many of the contemporary traditions in linguistics, be it anthropological studies or interdisciplinary or cognitive studies. ഇതിന്റെയൊക്കെ ഒരു ഫോർറണ്ണർ ആയിട്ട് ചട്ടമ്പി സ്വാമികളെ വളരെ മനോഹരമായി പ്രഭാഷകൻ അവതരിപ്പിച്ചു. Lovely. I thoroughly enjoyed the talk. Now the lecture is open for discussion. Please raise your hands. Yes, I see a hand raised. Doctor, I can't see the full name. Dr. R. Raman. Please go ahead, sir. Sir, ചോദിച്ചോളൂ. ചോദ്യം ഉണ്ടായിട്ടാണോ ഹാൻഡ് റേസ് ചെയ്തിരിക്കുന്നത്, അതോ അറിയാതെ ചെയ്തതാണോ അറിയില്ല. ആർക്കെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ധാരാളം ചർച്ചയ്ക്കുള്ള ഓപ്ഷൻസ് തുറന്നിട്ടുകൊണ്ടാണ് പ്രഭാഷകൻ പ്രസംഗം അവസാനിപ്പിച്ചത്. അത് ശ്രോതാക്കൾ ഏറ്റെടുക്കുമെന്ന് തന്നെ കരുതുന്നു. കേൾക്കുന്നവരെ ചിന്തിക്കാൻ സമയം കൊടുത്തുകൊണ്ട്. നമസ്കാരം, ഞാൻ രാമൻ നായർ. രാമൻ നായർ, പ്ലീസ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സാധാരണ ഇത്രയും ഗൗരവമുള്ള തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ നമ്മൾ കേൾക്കാറില്ല. മാത്രമല്ല, ഏകദേശം ഒരു 100 വർഷമായിട്ട് ഗവേഷണ മേഖലയ്ക്ക് അഴിക്കാൻ പറ്റാത്ത വിഷയങ്ങളുള്ള ഒരു ടോപ്പിക്കാണ് ഈ ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ. അത് വളരെ, എനിക്ക് തോന്നുന്നു, അതിനെക്കുറിച്ച് ആദ്യമായി ഗൗരവപൂർണമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ശ്രീനാഥ് മാഷാണ്. ഇതിന്റെ എല്ലാ ടോപ്പിക്കും ഞാൻ ഈ വിഷയത്തിൽ കേൾക്കാൻ പോകാറുണ്ട്. അപ്പൊ ഞാൻ വളരെ ലേറ്റായിട്ടാണ്, അതുകൊണ്ടാണ് താമസിച്ച് കയറിയത്. പക്ഷെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100 പ്രബന്ധങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ ആദിഭാഷയെ കുറിച്ച് ഉണ്ടാക്കാൻ പറ്റും. അത്തരൊരു വർക്കാണ്. അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ആ പുസ്തകം മനസ്സിലാവാൻ തുടങ്ങി ശ്രീനാഥ് സാറിന്റെ ടോപ്പുകൾ കേട്ടിട്ടാണ്. അപ്പൊ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞൂടാ. താങ്ക്സ്. ചോദ്യങ്ങളുണ്ടോ? അതിന് ഒരു 1-2 ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതായത് സാറ് പറയുകയുണ്ടായി 1920 ആദിഭാഷ സ്വാമി പ്രസന്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മളിത് നോക്കിക്കഴിഞ്ഞപ്പോൾ 1900 തൊട്ട് ആദിഭാഷയുടെ ചില ഭാഗങ്ങളും ആർട്ടികളും ഒക്കെ അദ്ദേഹം പല പീഠികാനാമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാമിയുടെ മിക്ക കൃതികളും 1915, 10-15 ആ പീരീഡിൽ ചെയ്തു കഴിഞ്ഞതാണ്. പിന്നെ ഇതൊന്നും പബ്ലിഷ് ചെയ്യാനൊന്നും മാനുസ്ക്രിപ്റ്റായിട്ട് പല ഭാഗങ്ങളായിട്ട് പല സ്ഥലത്തിലടക്കുകയും ആരെങ്കിലും എടുത്ത് കോർഡിനേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡിലേ വന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഈവൻ ജീവകാരുണ്യ നിരൂപണം തന്നെ 1900 അടുപ്പിൽ വന്ന പുസ്തകം 1935 അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ജേണൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഈ കാലത്തെ കുറിച്ചുള്ള അത് ഒരുപാട് കാര്യത്തിൽ പ്രധാനമാണ് ഗവേഷണത്തിൽ വരുമ്പോൾ. ഈ പുസ്തകം എപ്പോഴുണ്ടായി എന്നുള്ളത്. അപ്പൊ 1900 ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഭാഷ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിരിക്കും. അതാണ് എനിക്ക് തോന്നിയ ഒരു സംശയം. അത് സാർ പറയാം. അതായത് 1920 ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞേ ഉള്ളൂ. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ പിന്നെ തമിഴ് വർക്കാണ്.
അപ്പോൾ തമിഴിൽ അദ്ദേഹം അങ്ങനെ ഒരു വർക്ക് എഴുതണമെങ്കിൽ രണ്ട് ലോജിക്കാണ്. ഒന്ന് അദ്ദേഹം അന്നത്തെ ധൈഷണിക ഭാഷയായ തമിഴിനെ ആദ്യം രചനാ മാധ്യമമായിട്ട് സ്വീകരിക്കുകയും ഇത് ആദ്യം ചെയ്തതുമായിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹം പ്രാചീന മലയാളത്തിലേക്ക് വരുന്നത്. പക്ഷെ അങ്ങനെ പ്രാചീന മലയാളത്തിൻ്റെ കത്തിടപാടുകളിലൊന്നും അങ്ങനെ ഒരു റെഫറൻസ് കാണാത്തതുകൊണ്ട് നമുക്ക് ആ സാധ്യത തള്ളിക്കളയാം. പിന്നീട് എപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം അദ്ദേഹം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എന്തായാലും ഈ പറയുന്ന 1913-നും 1924-നും ഇടയിലുള്ള ഒരു പീരീഡ് എന്ന് മാത്രമേ തൽക്കാലം ഊഹിക്കാൻ പറ്റൂ. താങ്ക് യു ഫോർ ദാറ്റ്. മറ്റാരെങ്കിലും ആലോചിക്കൂ. അതിനിടയ്ക്ക് ഞാൻ പ്രൊഫസറിനെ കുറച്ച് എൻഗേജ് ചെയ്യാം. ഒരു ആര്യ ദ്രാവിഡ ഡിവിഷൻ അസാധ്യമാവും എന്ന് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു വച്ചതായി പറയുണ്ടായി. പക്ഷേ ഈ ഒരു വ്യത്യസ്തമായ ഇത് വളരെ ഓബ്വിയസ് ആണ്. അതായത് ആര്യ ദ്രാവിഡ സംസ്കാരങ്ങളിലെ ഒരു ഭിന്നത അത് നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ സുവ്യക്തമാണ് എന്നിരിക്കെ അതിൻ്റെ ഒരു ആര്യ ദ്രാവിഡ ഭേദം ഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ നേർമുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ ഭാഷയിൽ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് പറയുന്നത് ഇറ്റ്സ് ഹാർഡ് ടു ച്യൂ. അത് ചട്ടമ്പിസ്വാമി അങ്ങനെയല്ല പറയുന്നത്. ചട്ടമ്പിസ്വാമി പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യ ഭാഷ തമിഴാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സംസ്കാരമാണ്. ഇതിൽ നിന്ന് വിഭജനങ്ങൾ നടക്കുന്നുണ്ട്. ആ വിഭജനം നടന്നു പോകുന്ന ആൾക്കാർ വൻതോതിലുള്ള പരിണാമങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അങ്ങനെ വിധേയരായി അങ്ങനെ ഈ പ്രാകൃത ഘടനയിൽ നിന്ന് സംസ്കൃത ഘടനയിലേക്ക് വളർന്നു എന്നാണ് സ്വാമി പറയുന്നത്. ആ സമയം കൊണ്ട് പൂർണ്ണമായും എല്ലാം വ്യത്യസ്തമായി എന്നുള്ളതാണ് പ്രിഫറൻസ്. എന്നാൽ ഈ മാറ്റത്തിന് വിധേയമാകാൻ തയ്യാറല്ല തമിഴ് എന്നതാണ് അദ്ദേഹം ആദി ദ്രാവിഡമായിട്ട് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് തെളിയിക്കണമെങ്കിൽ കാലാകാലങ്ങളിലായിട്ട് ഭാഷ ഉണ്ടായത് മുതൽ ഇതേ വർണ്ണവ്യവസ്ഥയുമായി ഒരു മാറ്റവും ഉൾക്കൊള്ളാതെ തമിഴ് നിലനിൽക്കുന്നു എന്നൊന്നും നമുക്ക് സ്ഥാപിച്ചെടുക്കുക എളുപ്പമല്ല. കാരണം തമിഴിനകത്ത് തന്നെ പ്രാകൃതത്തിൻ്റെയും സംസ്കൃതത്തിൻ്റെയൊക്കെ ഒരുപാട് അംശങ്ങളുണ്ട്. പക്ഷെ എങ്കിലും അവര് ഒരു ഔട്ട്സൈഡ് എൻട്രിയെ, അതായത് ഔട്ട്സൈഡ് എൻട്രിയെ അവർ കുറേ അധികം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ സ്വാമിയുടെ ഈ അഭിപ്രായത്തിൻ്റെ നിയമാവലിയെ നമ്മൾ ഏത് തരത്തിൽ കയറി പരിശോധിച്ചാലും ഈ ഡാർവിനിയൻ സെൻസ് ഓഫ് ഇവല്യൂഷൻ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ലാളിത്യത്തിൽ നിന്ന് സങ്കീർണതയിലേക്ക് പോകൂ എന്ന വ്യവസ്ഥയിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാമി 100% ശരിയാണ്. കാരണം സങ്കീർണതയിൽ നിന്ന് ലാളിത്യത്തിലേക്കുള്ള ഒരു വരവ് ഒരിടവും സംഭവിക്കില്ല എന്നത് തന്നെയാണ് അതിൻ്റെ പ്രകൃതി നിയമം. സ്വാമി ഒരിക്കലും സംസ്കൃതത്തെ തള്ളി പറയുന്നില്ല. സ്വാമി വളരെ കൃത്യമായി അതില് അന്ന് സ്ഥാപിച്ചുറപ്പിച്ചിരുന്ന, അതായത് സംസ്കൃത പണ്ഡിതന്മാരാലും അതോടൊപ്പം തന്നെ ഈ കൊളോണിയലിസ്റ്റുകളായിട്ടും ഇൻഡോളജിസ്റ്റുകളായിട്ടും ഒക്കെ സ്ഥാപിച്ചുറപ്പിച്ചിരുന്ന ചില ആശയങ്ങളെയും അധികാരത്തെയാണ് സ്വാമി ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ അകത്തുള്ള അതാണ് സ്വാമി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ പ്രാകൃതത്തിൽ നിന്ന് സംസ്കരിച്ചെടുത്ത് ചില പുതിയ വിജ്ഞാന ശാഖകളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്കൃതത്തിലേക്ക് പോയി എന്നാണ്. നമുക്ക് കുറച്ച് ക്രിട്ടിക്കലായിട്ട് ഇത് പരിശോധിച്ചാൽ ഒരു കൊളോണിയൽ ഇംപൊസിഷനെ എതിർക്കാനുള്ള, ഇപ്പൊ വേദാധികാര നിരൂപണത്തിലൊക്കെ ആ ഒരു എതിർപ്പ് പ്രകടമാണ്, ഒരു വ്യക്തമാണ്. അപ്പൊ ആ ഒരു ലെറ്റ് മീ കംപ്ലീറ്റ്. അപ്പോ ആ ഒരു എതിർപ്പ്, അതായത് എന്താ പറയുക, ഒരു റെവല്യൂഷണറി കൈൻഡ് ഓഫ് an approach which is visible in some of his writings. ആ ഒരു എതിർപ്പ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഭാഷാശാസ്ത്ര നിരൂപണത്തിലും ഒരു ശാസ്ത്ര അവബോധത്തെക്കാൾ കൂടുതൽ ഇത്തരം ഒരു രാഷ്ട്രീയം കലർന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ അത് തെറ്റല്ലല്ലോ. അല്ല മാഡം, ആദ്യം പറയുന്നത് ഈ ഇദ്ദേഹത്തിന് വളരെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയം എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ അറിവധികാര വിവേചനം ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ അറിവധികാര വിവേചനം ഉണ്ടെന്ന് സ്ഥാപിക്കാനും
അതിനുള്ള പ്രതിവിധി പാശ്ചാത്യ വിജ്ഞാനം ഇറക്കുമതി ചെയ്യലാണെന്നുള്ള കൊളോണിയൽ നയത്തെ ഇദ്ദേഹം എതിർക്കുന്നു. Correct. അതിന് ഇദ്ദേഹം ചെയ്യുന്ന, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൊളോണിയൽ ആധുനികതയുടെ ഭാഗമേ അല്ല ഇദ്ദേഹം. Correct. ഇദ്ദേഹം കൃത്യമായി ഒരു ബദൽ ആധുനികത ഉണ്ടാക്കുകയാണ്. ആ ബദൽ ആധുനികതയിൽ ഇന്ത്യയിൽ തന്നെ വികസിച്ചിട്ടുള്ള റേഷണലിസം, ഇന്ത്യയിൽ തന്നെ വികസിച്ചിട്ടുള്ള ഈ പറയുന്ന താർക്കിക രീതിശാസ്ത്രം, ന്യായ രീതിശാസ്ത്രം, ഇതിനെയൊക്കെ സമീപിച്ചുകൊണ്ട് നമുക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അബ്രാഹ്മണീകരണം സാധ്യമാണ്, അതായത് നോളജിന്റെ ഇമാൻസിപ്പേഷൻ സാധ്യമാണ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു മെത്തഡോളജി മുന്നോട്ട് വയ്ക്കുന്നു. അതെല്ലാ അദ്ദേഹത്തിന്റെ കൃതികളിലും അതിശക്തമായ രീതിയിൽ ഈ അബ്രാഹ്മണീകരണം എന്നതും അറിവധികാര വിരോധം എന്നതും ഇത് ജനകീയ പക്ഷത്തേക്ക് കൊണ്ടുവരിക, ആ ജനകീയ പക്ഷം എന്ന് പറയുന്ന അബ്രാഹ്മണീകരണമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സാൻസ്ക്രിറ്റ് ഒരിക്കലും മീഡിയം ഓഫ് ലാംഗ്വേജ് ആക്കാത്തത്. അദ്ദേഹത്തിന് സാൻസ്ക്രിറ്റ് അറിയാഞ്ഞിട്ടല്ല. അദ്ദേഹം മലയാളത്തിൽ തന്നെ എഴുതിയത് ഈ പറയുന്ന ജനപക്ഷത്ത ഭാഷയിലേക്ക് ഈ ജ്ഞാനത്തെ, ജ്ഞാനസ്വരൂപത്തെ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസിഷനാണത്. അതിന് സംശയമൊന്നും വേണ്ട. ആ അബ്രാഹ്മണീകരണ പ്രക്രിയ അദ്ദേഹം, അതായത് അറിവധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വർഗമോ കുലമോ അധികാരികളായി മാറിയിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അത് പിടിച്ചെടുത്ത് ഞാൻ എൻ്റെ ജനതയ്ക്ക് വേണ്ടി മാറ്റും എന്ന ഇമാൻസിപ്പേഷൻ പ്രക്രിയയാണ് അദ്ദേഹം ചെയ്തത്. അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു ഫോർ ദാറ്റ്. മറ്റാരെങ്കിലും? മാഷിപ്പോ പറഞ്ഞതിന് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. മാഷി പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ഈ സബൾട്ടൺ സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് ഒരു കഴിഞ്ഞ ഒരു 10-30 വർഷം കൊണ്ട് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സബൾട്ടൺ സ്റ്റഡീസ് വിഭാഗത്തിൽ പെടുത്താവുന്ന കൃതികളാണ് സ്വാമിയുടെ കൃതികളെന്നും ആദ്യത്തെ ദളിത് അപ്രോച്ച് ഉള്ള കൃതികളാണ് സ്വാമിയുടെ കൃതികളെന്നും, അതായത് ദളിത് ലിറ്ററേച്ചറൊക്കെ ഇപ്പൊ റീസെന്റ് കോയിൻ ചെയ്ത പദങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാവുന്നു. ഇത് ഇവിടെ ഇപ്പം മനസ്സിലാക്കുക. ഇതിപ്പോ ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നത് വേറൊരു സന്ദർഭത്തിലാണ്. ഇപ്പൊ ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമുണ്ട്. അപ്പൊ വാട്ട് ഈസ് ഇന്ത്യൻ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ വേദഗണിതം ഡെഫിനറ്റ്ലി ഇന്ത്യൻ ആണ്, ഒരു സംശയമില്ല. പക്ഷേ ആ സംഭവം അല്ലെങ്കിൽ വേദാന്തം ഇതൊക്കെ ഇന്ത്യൻ തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അത് ആർക്ക് ലഭ്യമായിരുന്നുവെന്നും ആരുടെ മുന്നിൽ അത് ലഭ്യമായിരുന്നില്ല എന്നുമാണ്. ഇവിടെയാണ് ചട്ടമ്പി സ്വാമി ഒരു ഇന്ത്യൻ മോഡൽ അവതരിപ്പിച്ചത്. ചട്ടമ്പി സ്വാമി എന്ത് ഇന്ത്യൻ മോഡൽ അവതരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ സാധനത്തെ, അതായത് ഈ ബ്രാഹ്മണിക്കൽ ഹെഗമോണിക് ആയിട്ടുള്ള ഈ സാധനത്തെ അബ്രാഹ്മണീകരിച്ചു എന്നാണ്. അതാണ് റാഡിക്കൽ പ്രോസസ്. അതിനെ സബാൾട്ടൻ എന്നോ ദളിതെന്നോ ഒക്കെ വിളിക്കുന്ന ലേറ്ററാണ്. പക്ഷേ ഈ അബ്രാഹ്മണീകരണം, ഡീബ്രാഹ്മണൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ, അത് ഏറ്റെടുത്തത് ചട്ടമ്പി സ്വാമി നോളജിന്റെ കാര്യത്തിൽ എല്ലാ ജനതകളുടെയും ഭാഗമാക്കി വേദാധികാര നിരൂപണത്തിൽ ചെയ്ത അതേ പ്രക്രിയ തന്നെ. ഇത് വളരെ റാഡിക്കലായിട്ട്, അതായത് ഒരു ഇന്ത്യൻ റാഡിക്കലിസത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ചാർവാകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇതേപോലെ ചട്ടമ്പി സ്വാമി കേരള കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ആരാണ് നോളജിനെ വിമോചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാന ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ഈ ഒരു സമീപനം തന്നെയല്ലേ ദയാനന്ദ സരസ്വതിയും എടുക്കുന്നത്? ഉണ്ട്, അവരെല്ലാവരും എടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ പീരീഡിൽ ഉള്ള, അതായത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നോൺ ബ്രാഹ്മിൻ സെയിന്റ് ഈ നോളജ് ട്രാൻസിഷൻസ് ആണത് ടോട്ടൽ ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞത്. മറ്റാരും ഇല്ല എങ്കിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഡോക്ടർ നിഷാദ്, ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. മറ്റാരും കാണുന്നില്ല. നിർത്താൻ ടീച്ചറെ, നമുക്ക് കൃതജ്ഞതയോടെ വോട്ട് ഓഫ് താങ്ക്സ് ഡെലിവറി ചെയ്യാൻ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചട്ടമ്പി സ്വാമികൾ സെന്റർ ഫോർ യോഗ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 5 ദിവസത്തെ ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ സെഷൻ വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ ഈ സെഷന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പ്രൊഫസർ ശ്രീകല എം നായർ ടീച്ചർ വളരെ നല്ല രീതിയിൽ തന്നെ സെഷൻ മാഡം കൈകാര്യം ചെയ്തു.
ടീച്ചർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ ഭാഷാ ദർശനം എന്ന വിഷയത്തിൽ ഇന്ന് പ്രഭാഷണം നടത്തിയ പ്രൊഫസർ എം ശ്രീനാഥൻ സാർ, വളരെ ചിന്തിക്കാനുള്ള ഒരുപാട് വിഷയങ്ങളാണ് സാർ പറഞ്ഞത്. നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും റീതിങ്ക് ചെയ്യാനുള്ള വിഷയവും സാർ ഇന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് സംസ്കൃതം ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തുടക്കം തന്നെ ഈ പഠിക്കുമ്പോൾ ഈ സംസ്കൃത ഭാഷയിൽ നിന്നാണ് ബാക്കിയുള്ള ഭാഷകളെല്ലാം, ഇന്ത്യൻ ഭാഷകളെല്ലാം ഉണ്ടായി വന്നത് എന്നുള്ള ഒരു ധാരണ പൊതുവെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ വീണ്ടും ചിന്തിക്കാനുള്ള ഒരു വിഷയം ആണ് സാറിന്റെ ഇന്നത്തെ പ്രഭാഷണം. സാറിനെ ഞാൻ ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സെഷന്റെ തുടക്കത്തിൽ സ്വാഗതം പറഞ്ഞ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സാറിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത്തരം പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ നിഷാദ് സാറിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ പൊതുവെ ഇന്ന് ഒരുപാട് റെസ്പോൺസ് ഉണ്ടായി. ഈ പറഞ്ഞ ഡിസ്കഷൻസ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഓരോ ഇതും ഒരുപാട് ഫലപ്രദമാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓൺലൈൻ ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ആർ രാമൻ നായർ സാർ, അതുപോലെ തന്നെ ശ്രീകല ടീച്ചർ ആണെങ്കിലും നിഷാ സാറാണെങ്കിലും എല്ലാവരും ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.